നമസ്കാരം. ഇന്ന് ലോക വനിതാ ദിനം. സമത്വത്തിന് വേണ്ടി പോരാടുന്ന ഒരു ലോകത്ത് ഏറ്റവും കൂടുതൽ സമത്വം നേടിയെടുത്തു എന്ന് ഒരുപക്ഷെ വനിതകൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുക ഒരു പക്ഷേ ദൃശ്യമാധ്യമ രംഗവും അവിടുത്തെ ന്യൂസ് ഡെസ്കും ഫീൽഡും ഒക്കെ ആയിരിക്കും. ഞാൻ അതുകൊണ്ട് തന്നെ ഈ ലോക വനിതാ ദിനത്തിൽ ഞാൻ എന്തിന് എന്ന് ചോദിക്കരുത്. എൻ്റെ കൂടെ 11 പെൺപുലികളുണ്ട്. ഈ പെൺപുലികളുടെ വർത്തമാനവുമായി ചേരുകയാണ് വിമൻ 18 എന്ന ലോക വനിതാ ദിനത്തിൽ. സ്വാഗതം പറയണ്ടല്ലോ. ആദ്യം ഞാൻ അപർണയിൽ തുടങ്ങുകയാണ്. അപർണ, ഈ വനിതാ ദിനം എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു ദിവസത്തിന്റെ ആവശ്യമുണ്ടോ? ഉറപ്പായിട്ടും ഒറ്റ ദിവസത്തിനുള്ളിൽ നിർത്താൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ഒരു ദിവസമെങ്കിലും വേണമല്ലോ, അതുകൊണ്ട് ഈ ഒരു ദിവസമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനിപ്പോ തുടക്കത്തിൽ ഇൻട്രോയിൽ പറഞ്ഞ കാര്യമില്ലേ, ഈ മാധ്യമ രംഗത്ത് പ്രത്യേകിച്ചും ചാനൽ ഫീൽഡിൽ അത്യാവശ്യം വനിതകളുണ്ട് എന്ന് തോന്നിയിട്ടില്ലേ? ചാനൽ ഫീൽഡിൽ ഇപ്പോ വനിതകളുണ്ട്. പക്ഷെ വനിതകൾക്ക് അത്രയും പ്രാതിനിധ്യമുണ്ടോ എന്നുള്ളത് ഒന്നുകൂടെ ആലോചിക്കേണ്ട കാര്യമാണ്. വനിതകളുണ്ട്, നമ്മൾ ചെറിയ പ്രായം തൊട്ടുള്ളവരുണ്ട്. പക്ഷേ ഡിസിഷൻ മേക്കിങ്ങിൽ, ചാനലിന്റെ ഡിസിഷൻ മേക്കിങ്ങിൽ എത്ര വനിതകളുണ്ട് മുഴുവൻ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമ രംഗത്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷെ ഒരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ അതിനകത്ത് അപ്പൊ എന്താണ് ഈ വനിതാ ദിനത്തിൽ ഇവരൊക്കെ എല്ലാവർക്കും പ്രേക്ഷകർക്ക് സ്ക്രീനിലൊക്കെ കണ്ട് പരിചയമുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അവരൊക്കെ വർഷങ്ങളായി, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ അതൊരു അഭിമാനമല്ലേ? അഭിമാനമല്ലേ? എക്സ്പീരിയൻസ്ഡ് ആണ് എന്ന് പറയുന്നത്. നമ്മൾ അത്രയും മമ്മൂട്ടി ആവണ്ട, പ്രായം പറഞ്ഞുള്ള പരിപാടിക്ക് ഞാനില്ല അല്ലേ സൂയി? ശരി, അല്ല അതിന് മുമ്പ് അപർണയുടെ തുടക്കം ഏഷ്യാനെറ്റ് അല്ലേ? അതെ, ഏഷ്യാനെറ്റിൽ നിന്ന് പിന്നീട് മാതൃഭൂമിയിലേക്ക് വന്നു. പിന്നെ പുറത്തൊന്നും പഠിക്കാൻ പോയ എന്റെ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു, ഓസ്ട്രേലിയയില്, ന്യൂസിലാൻഡിൽ. അതിനുശേഷം അവിടെ പറഞ്ഞു വിട്ടാണോ? അങ്ങ് വന്നു. പിന്നെ എന്നെ ചാനൽ രംഗം മാടി വിളിക്കുന്നു എന്ന് തോന്നി എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ വന്നു പോയി. അങ്ങനെ പിന്നെ ന്യൂസ് 18 കേരളത്തിൽ ഇപ്പം 7 വർഷം കഴിഞ്ഞു. അപ്പം സുവി ഈ റിപ്പോർട്ടിംഗ് ഫീൽഡായിരുന്നു കൂടുതൽ. ഇപ്പൊ ഡെസ്കിൽ വന്നിട്ട് എങ്ങനെയുണ്ട് സുവിനൊക്കെ? സുവിക്ക് യൂട്യൂബിൽ ഒരുപാട് കമന്റ്, സുവി എവിടെ എന്ന് ചോദിക്കുന്നു. പറ. റിപ്പോർട്ടിംഗ് ആയിരുന്നു കൂടുതൽ. റിപ്പോർട്ടിംഗ് ആണ് ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്നത്. ഡെസ്ക് ഞാൻ വന്നിട്ടേ ഉള്ളൂ ഒരു 6 മാസം. പക്ഷെ ആ ഡെസ്കിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഡെസ്കിൽ വന്നു കഴിഞ്ഞാൽ ഒരു 5-6 മാസം കഴിയുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ശ്വാസമുട്ടലാണ്. അപ്പം ഞാൻ തന്നെ ചോദിക്കും, എനിക്ക് റിപ്പോർട്ടിങ്ങിലേക്ക് വിടൂ, എന്നെ വീണ്ടും ഞാൻ അങ്ങോട്ട് പോകട്ടെ. കാരണം അത് ഡെസ്ക് ഇഷ്ടപ്പെട്ട് നിൽക്കുകയാണല്ലേ ഞങ്ങളെയൊക്കെ? അതെ, ഇത്തവണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം റിപ്പോർട്ടിംഗ് പോകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ഉള്ളതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. നമുക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടുന്ന പോലെ. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഏറ്റവും രസം ഇലക്ഷൻ റിപ്പോർട്ടിംഗ് ഒക്കെ പോലെയുള്ള സമയങ്ങളിൽ പോകുമ്പോൾ, ഞാൻ കൊച്ചിയിലായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. കൊച്ചിയിലെ ഇഷ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഭയങ്കര രസമായിരുന്നു. എനിക്ക് കുറച്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൽ മനസ്സിലായില്ല പറഞ്ഞത് അത്ര രസം ഇവിടെ ഇല്ല, നിങ്ങളൊക്കെ തന്നെയാണ് കാരണം എന്നാ പറയുന്നത്. അങ്ങനെയല്ല കേട്ടോ, ഇപ്പൊ എനിക്ക് ഇഷ്ടമായി വരുന്നുണ്ട്. നമ്മളൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി സുവി പറയുന്നത് ഇത് ഷോ കഴിഞ്ഞിട്ട് കാണണം. സ്വാതന്ത്ര്യം കുഴപ്പമില്ല. ഓക്കെ, ധന്യ അവിടെ ഇരിക്കും, ഞാൻ ഇവിടെ പോട്ടെ. അപ്പൊ ഇവരൊക്കെ രേണു മൈക്കുമായിട്ട് റെഡി ആയിട്ട് നിൽക്കുക. രേണു ഈ പറഞ്ഞ പോലെയാണ്. രേണു ഈ പറഞ്ഞ പോലെ കുറെ നാളുകളുടെ പരിചയ സമ്പത്തുമായി സമ്മതിച്ചോ? അവർക്ക് സമ്മതിക്കാൻ പാടായിരുന്നു. പറഞ്ഞപ്പോ രേണുവിന്റെ ശരിക്കും സ്വദേശം കൊല്ലത്തുകാരിയാണ്. ഇവിടെ ഇപ്പൊ ഇല്ല, എവിടെയായി? അല്ല, ഞാൻ ജേർണലിസം കോഴ്സ് ചെയ്യാൻ തിരുവനന്തപുരത്ത് വന്നതാണ്. അതിനിടയിൽ ഇന്ത്യ വിഷനിൽ പോയ ഒരു 3.5 വർഷം ഒഴിച്ച് ബാക്കി മുഴുവൻ തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരം ഒരു സെറ്റിൽഡ് ആണ്. തിരുവനന്തപുരത്ത് എങ്ങനെയുണ്ട് ഈ മാധ്യമ പ്രവർത്തനം ഇത്രയും നാളത്? വളരെ എൻജോയ് ചെയ്ത് ഞാൻ ചെയ്യുന്ന ജോലിയാണ്, എൻ്റെ പാഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മാധ്യമപ്രവർത്തകയാകണമെന്ന് പറഞ്ഞ് പഠിച്ച് അങ്ങനെ വന്നതല്ല. പക്ഷേ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ മാധ്യമപ്രവർത്തനം ഇഷ്ടപ്പെട്ട് പിന്നീട് പഠിച്ച് ഇപ്പോൾ ഇഷ്ടത്തോടെ ജോലി ചെയ്യുന്നു. ശരി, ഇനി നമ്മുടെ ഈ ഡിജിറ്റൽ മുഖങ്ങളുണ്ട് ഒരുപാട്. അവർ അത്രയും ഇങ്ങനെ സ്ക്രീനിലേക്ക് വരുന്നവരല്ല. ഇവരൊക്കെ എപ്പോഴും സ്ക്രീനിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന. അശ്വതി അവിടെ നിന്ന് നോക്കുന്നുണ്ട്, എന്താടാ നീ എന്നെ വിളിക്കാത്തതെന്ന്. ഓക്കെ, അപ്പോൾ അശ്വതിയിലേക്കും ധന്യയിലേക്കും പാർവതിയിലേക്കും ആര്യയിലേക്കും ഒക്കെ വരാം. അതിന് മുമ്പ് സാബിറ, നിഷ ആൻഡ് രമ്യ. ഞാൻ സാബിറിലേക്ക്. സാബിറ, ഈ എത്ര നാളായി ഫീൽഡിൽ മാധ്യമരംഗം? മൈക്ക് മാധ്യമരംഗത്ത് ഏതാണ്ടൊരു 4 വർഷം. വന്നിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കൊള്ളാം, നല്ലതാണ്. ഇവിടുത്തെ ഈ ഇവരുടെ സഹവനിതകൾ എങ്ങനെയുണ്ട്? സഹവനിതകൾ എല്ലാവരും അടിപൊളിയാണ്. സ്കൂളിൽ പഠിക്കുമ്പോ ഈ ചേട്ടനെ കണ്ടിട്ടില്ലേ സ്ക്രീനിൽ? പഠിച്ചിട്ടില്ല. വന്നിട്ടില്ല.
ഇല്ല, ഈ ചേട്ടനെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടിട്ടില്ല കേട്ടോ. ഒരിക്കലും സത്യത്തിന്റെ മുഖം എന്താ അത്ര സുന്ദരായിരിക്കില്ല. നേരത്തെ എന്തോ കൈക്കൂലി കൊടുത്ത് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് രേണു, നടക്കില്ല. എന്താ ഈ ഡിജിറ്റൽ രംഗത്തേക്ക് വരാൻ കാരണം? ഡിജിറ്റൽ രംഗത്തേക്ക് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പ്രത്യേകിച്ച് ക്യാമറന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഇതെന്റെ ഫസ്റ്റ് ലൈവാണ്. എന്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഒരു ലൈവ് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. സോ എഴുതുക അങ്ങനത്തെ കാര്യങ്ങളോട് കുറച്ചും കൂടി ഇഷ്ടം. അതാണ് ഡിജിറ്റൽ മീഡിയ ബാക്ക് എൻഡിൽ വരാൻ കാരണമുള്ള. അതാണ്. വീട് മലപ്പുറത്താണ്. ഇനി ഞാൻ രമ്യയിലേക്ക് വിടാം. രമ്യയാണ് ഈ യൂട്യൂബ് ടീമിനെ ലീഡ് ചെയ്യുന്നത് അല്ലേ? രമ്യ, യൂട്യൂബിന്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇപ്പം ആളുകളൊക്കെ യൂട്യൂബിൽ ഒരുപാട് കമന്റ് ഇടുന്നുണ്ടല്ലോ. ഈ കമന്റുകളൊക്കെ സോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ വ്യൂ കൂടുതൽ വരുന്ന ഏത് തരത്തിലുള്ള വീഡിയോകൾക്കാണ്? അങ്ങനെയില്ല, ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്ന എല്ലാ വീഡിയോകൾക്കും വ്യൂ വരും. ഞാൻ ചോദിച്ചത് എന്റെ ഏതെങ്കിലും ഒരു വീഡിയോ ആൾക്കാർ ഇഷ്ടപ്പെടാറുണ്ടോ? നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് പറയാം. മൈക്ക് വേണം. യൂട്യൂബിൽ നമ്മൾ പൊസിഷൻ ഉയർത്തിയത് രമ്യയുടെ നേതൃത്വത്തിലാണ്. അത് മെൻഷൻ ചെയ്തു പോയാൽ അതെ, ഈ കഴിഞ്ഞ മാസത്തിൽ രമ്യ പറഞ്ഞു, ഈ കഴിഞ്ഞ മാസത്തിൽ ന്യൂസ് 18ന്റെ യൂട്യൂബ് ടീം ഡിജിറ്റൽ സംഘം ഉണ്ടാക്കിയ നേട്ടം രമ്യ പറ. നമ്മൾ കുറച്ച് വളരെ അഡ്വാൻസ് ആയി. ഇപ്പോൾ ഒരു ഇയർ ടു ഇയർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 3-4 പൊസിഷൻ നമ്മൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു വലിയൊരു നേട്ടമാണ്. നമുക്ക് മുമ്പിൽ ഇനി 1-2 പേരേ ഉള്ളൂ. വനിതാ ആങ്കേഴ്സിന്റെ പെർഫോമൻസ് വനിതാ ആങ്കേഴ്സിന്റെ പെർഫോമൻസ് ഈ യൂട്യൂബിൽ നമുക്ക് ഒരു അല്പം നേട്ടം ഉണ്ടാക്കുന്നതിൽ എത്രമാത്രം. രേണു ഉദ്ദേശിച്ചത് വനിതാ ആങ്കേഴ്സിന്റെ പെർഫോമൻസ് അല്ല, എന്റെ തല എന്റെ മുഖം. അത് ഏതെങ്കിലും തരത്തില് യൂട്യൂബിൽ നേട്ടം ഉണ്ടാക്കുന്നുണ്ടോ എന്നാണ്. ന്യൂസ് 18 കേരളയുടെ സോഷ്യൽ മീഡിയ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെട്ട ഒരാളാണ് രേണു. മാത്രമല്ല ബാക്കി എല്ലാവരും. ഇത് ഒരു കാര്യം ഉറപ്പാണ്, ഇതെല്ലാം വളരെ സ്ക്രിപ്റ്റഡ് ആണ്, സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പരിപാടിയാണ്. എന്നോട് ഇവിടെ നടുവിൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് സംസാരിച്ച് ടോക്ക് ടു ആയിട്ട് പോകാം. അതെ, ഈ സ്ക്രിപ്റ്റ് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. രേണുവാണ് കൂടുതൽ രമ്യ പറഞ്ഞു. ഈ സ്ക്രിപ്റ്റ് പറ്റില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇല്ല, രേണു നമുക്ക് വേറെ കാണാം. അപ്പൊ അടുത്ത റെസ്റ്റോറന്റിലേക്ക് നിഷ, എങ്ങനെയുണ്ട്? ന്യൂസ് 18ൽ ഇപ്പൊ വന്നിട്ട് എത്ര നാളായി? 1 ഇയർ ആയി. ഈ ഒരു വർഷത്തെ ആദ്യത്തെ വനിതാ ദിനമല്ലേ ഇവിടുത്തെ? എങ്ങനെയുണ്ട് ഈ വനിതാ ദിനത്തിൽ? സെക്കൻഡ് വൺ. ഓക്കെ. നേരത്തെ വർക്ക് ചെയ്തിരുന്നത് ജീവൻ ടിവിയിലായിരുന്നു. അവിടെ ന്യൂസ് റീഡിംഗ് ഉണ്ടായിരുന്നു നിഷയ്ക്ക് അല്ലേ? ജീവൻ ടിവിയിലല്ല, ACV-യിലായിരുന്നു. ഓക്കെ. അപ്പോൾ ക്യാമറയുടെ മുന്നിൽ ആദ്യമായിട്ടല്ല, എന്നിട്ടാണ് കയറുന്നതിന് മുമ്പ് എന്നോട് ചോദിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞത്. മടിയൊന്നുമില്ല, ക്യാമറ ഫിയർ ഒന്നുമില്ല. ഓക്കെ, ശരി. ഇനി ഇതിലെ ഇളമുറക്കാരിയെ തേടി ഞാൻ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഞാനാണെന്ന് പറയും. എന്താണെങ്കിലും പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന ഭവ്യയുടെ അല്ല ആരാധകർ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അതങ്ങ് വേണ്ടെന്ന് മാറ്റി വെച്ചേക്കട്ടെ. അതെ, ആ വെളിപ്പെടുത്തൽ വേണ്ടായിരുന്നു എന്ന് പറയാൻ ചോദിക്കുക. എന്താ ഇനി വരാൻ പോകുന്നത് ഈ വർഷം? വിവാഹം വരാനുണ്ട്, തീരുമാനമായിട്ടില്ല. ഈ വർഷം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ അറിയേണ്ടത്? അല്ല ഭവ്യ, അപ്പൊ സീന്നല്ലേ ഇങ്ങോട്ട് വന്നത്? എത്ര നാളായി ജേർണലിസം? ഇപ്പൊ 5 വർഷമായി. 5 വർഷം കഴിഞ്ഞു. ഇത് 6ാമത്തെ വർഷമാണ് ഈ ഫീൽഡില്. ഞാൻ സത്യം പറഞ്ഞാലേ ഇവരൊന്നും വന്ന പോലെയല്ല എന്റെ ഒരു വരവ്. ഞാൻ ശരിക്കും ഈ പത്രം സിനിമയുണ്ടല്ലോ, ഈ പത്രം സിനിമയിലെ മഞ്ജു റിലീസ് ആയിട്ടുണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ റിലീസായി ഉണ്ടാവില്ല, പക്ഷെ ഞാനത് കണ്ടിട്ടുണ്ട്. ആ സിനിമയിലെ മഞ്ജു വാര്യരൊക്കെ കണ്ടിട്ടാണ് എനിക്ക് സത്യത്തിൽ ജേർണലിസത്തിനോടൊരു ഇഷ്ടം തോന്നിയത്. ഇങ്ങനെ എല്ലാവരെയും വിറപ്പിച്ച് നിർത്താം അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാം എന്നൊക്കെയുള്ള, അതാണ് സത്യത്തിൽ എൻ്റെ ഒരു തുടക്കത്തിന് കാരണം. അതാണ് ജേർണലിസത്തിനോടുള്ള. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഫീൽഡ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അതൊന്നും അല്ല, എത്ര പാടാണ് ഇവിടെ പിടിച്ചു നിൽക്കാൻ എന്നുള്ളത്. അതെ, സത്യമായിട്ട് അത് മനസ്സിലായില്ല. അതായത് പിന്നെ ഈ പ്രസരിപ്പുള്ള മഞ്ജു വാര്യരെ കണ്ടിട്ട് ഇപ്പോൾ അമ്മവേഷം ചെയ്യുന്ന ഭവ്യയായി എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അത്രക്കില്ല, എന്നാ പോലും സത്യമാണ്. കാരണം അത്ര എളുപ്പമല്ല നമ്മുടെ ഫീൽഡിൽ. നമ്മൾ ഈ പുറമെ കാണുന്ന പ്രൗഢി അല്ല എന്നുള്ളത് നമ്മൾ കണ്ടിരിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ടാവും ജേർണലിസം പഠിച്ചപ്പോ ഈ മഞ്ജു വാര്യരെ പോലെ. അല്ല, ഞാൻ എൻ്റെ അടുത്ത് നമ്മുടെ അനിയത്തിമാരൊക്കെ ചോദിക്കും ചേച്ചി എങ്ങനെയുണ്ട്, അപ്പൊ ഞാൻ പറയും അത്രയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാലെടുത്ത് വെച്ചാൽ മതി, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ വല്ല പഠിക്കും. ഇത്രമാത്രം നെഗറ്റീവ് എന്ത് തിക്താനുഭവമാണ് ഭവിക്കുണ്ടായത്? അയ്യോ, അങ്ങനെ ഞാൻ തിക്താനുഭവം എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എനിക്ക് ഒന്നെങ്കിൽ ഒരു ടീച്ചർ ആവണം എന്നായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഈ സിനിമയാണ് സത്യം പറഞ്ഞ എന്റെ ജീവിതം മാറ്റിമറിച്ചെന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പത്രം കാണണ്ടായിരുന്നു? പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ല, സത്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ ധന്യ,
ധന്യ ആദ്യം എന്തോ പറയാൻ തുനിഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. അല്ല, പ്രായം കുറവാണ് നോക്കുന്നെങ്കിൽ എന്നെ ലാസ്റ്റ് വിളിച്ചാൽ മതി. അതായത് പ്രായം കൂടുതലാണെന്നല്ലേ അർത്ഥം? അല്ല, അനുസരിച്ചാണ് വിളിക്കുന്നത്. ശരി, പറഞ്ഞു. അപ്പൊ എങ്ങനെ ധന്യ ഉണ്ടല്ലോ, ധന്യ ആദ്യം കാണുന്നത് കൈരളി പീപ്പിളിലാന്ന് തോന്നുന്നു അല്ലേ? കൈരളി പീപ്പിളല്ലേ സ്റ്റാർട്ട്? അന്നൊരു അപർണ ധന്യ ബന്ധമുണ്ടോ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഒരു സിമിലാരിറ്റി ആരെങ്കിലും പറഞ്ഞിട്ടില്ല അല്ലേ? ഒരുപാട് പേര് അല്ലേ? രണ്ടുപേരും ഒരിടത്ത് വന്ന് എത്തുകയും ചെയ്തു. അപ്പൊ ഓക്കെ, കേരളി പീപ്പിളൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നേരെ ഇങ്ങോട്ടായിരുന്നു? കൈരളിയിൽ നിന്ന് നേരെ ഇങ്ങോട്ടായിരുന്നു. കൈരളിൽ ഒരു 6 വർഷം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എത്തി, ഇവിടെ 6 വർഷമായി. വടകരയല്ലേ? കോഴിക്കോട് കാക്കൂർ. എന്തിനാ പ്രസിദ്ധം ധന്യ അല്ലാതെ? ഞാനല്ലാതെ ഞാൻ മാത്രം, ഞാൻ തന്നെയാ മെയിൻ. അല്ല, കാക്കൂര് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പ്രസിദ്ധമാണ്. കാളപ്പൂട്ട് മത്സരം നടക്കുന്നത് അതിവിടെ പിറവം കാക്കൂരാണ്, എറണാകുളം ജില്ലയിലപ്പുറം. അല്ല, അവിടെ കാക്കൂരോ? കാക്കൂർ കാളവേല എന്ന് പറയുന്നത് നിങ്ങൾ കോഴിക്കോട് കാക്കൂരല്ല. അല്ല, അവിടെ ഉണ്ട് ചെറുത്, അതല്ല വലുത്. ശരി, അപ്പൊ പാർവതി എന്ന് പറയുന്നത് ഇവിടുത്തെ സകലമാന കേരളത്തിന്റെ സകലമാന പിന്നെ കേന്ദ്രമാണ് അല്ലേ? ഓക്കെ, പാർവതി ഇങ്ങനെയുണ്ട്. ഈ ഇന്ത്യ വിഷനിലായിരുന്നു സ്റ്റാർട്ടിങ്. ഞാനും പാർവതിയും തമ്മിൽ വേറൊരു ബന്ധമുണ്ട്. അത് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ജേർണലിസ്റ്റ് ട്രെയിനി ആയിട്ട് ജോലി ചെയ്യാൻ. കുഴപ്പമില്ല, ഇനിയിപ്പോ അങ്ങനെയല്ല, അപ്പം പൂർത്തീകരിക്കട്ടെ. അപ്പോൾ ജേർണലിസ്റ്റ് ട്രെയിനി ആയിട്ട് ആദ്യം എഴുത്ത് പരീക്ഷ എഴുതാൻ പോകുന്നു പലവിധ ക്യാമ്പസുകളിൽ. ഞാൻ MG യൂണിവേഴ്സിറ്റി പഠിക്കുന്നു, പാർവതി പഠിച്ചത് SN കോളേജിൽ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പാർവതി അവിടെ പരീക്ഷ എഴുതാൻ വരികയാണ്. തൊട്ടപ്പുറത്ത് ഞാനിങ്ങനെ നോക്കിയപ്പോൾ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി. ഓക്കെ, തിരിച്ചു നോക്കുമ്പോൾ നമ്മോട് സംസാരിക്കുന്നു. ഉത്തരം എഴുതിക്കൊണ്ടിരിക്കുകയാണേ, ചോദ്യക്കടലാസ്. ഇടയ്ക്ക് ഒരു പേനയുടെ തോണ്ടല്. എന്താണ്? പേനയാണ്. അല്ല, ഇതിന്റെ ഉത്തരം പറഞ്ഞു തരാം. അല്ല, പാർവതി നിഷേധിക്കട്ടെ. അങ്ങനെയാണ് പാർവതി ഞാൻ നമ്മൾ ആദ്യം പരിചയം അല്ലേ? പിന്നീട് അറിയണ്ടേ, എഴുതോയ്ക്കത് അറിയില്ലായിരുന്നു, പിന്നെ എങ്ങനെ എഴുതാം? ഞാനിവിടെ ആരോട് ചോദിക്കുന്നു ഓർത്തിരിക്കുമ്പോഴാണ്. അപ്പൊ ഇന്ത്യ വിഷൻ ക്ലോസ് ചെയ്തപ്പോൾ കുറച്ചു കാലം ജയ്ഹിന്ദിലുണ്ടായിരുന്നു. ഒരു 6-7 മാസം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യ വിഷന്റെ റിപ്പോർട്ടർ ആയിരുന്നു. ഡെസ്കിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോ ജൂൺ ആകുമ്പോൾ 8 വർഷമാവും ന്യൂസ് 18ന്റെ ഭാഗമായിട്ട്. ന്യൂസ് 18 തന്നെ 8 വർഷമായി. ഓക്കെ, ഞാൻ വന്നിട്ട് 1 വർഷം. ഓക്കെ, മറ്റൊരു ജയ്ഹിന്ദ്കാരിയാണ്. ഭയങ്കര മൂക്കത്തെ ചുണ്ടിയുള്ള, മൂക്കത്ത് മറുകുള്ള, പിന്നെ ചുണ്ടിയൊന്നുമില്ല, വെറുതെ പറഞ്ഞ അശ്വതി. ഭയങ്കര അശ്വതിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ, എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. അശ്വതിക്ക് ഫാൻ മൈക്കൊന്നും കൊടുത്ത് സൂചിക്കുന്നെന്ന് പറയണ്ട്. മൈക്ക് കൊടുക്ക്. അശ്വതിയുടെ പിറന്നാളിന് ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു ഗിഫ്റ്റ് വന്നു. അത് എല്ലാവർക്കും കാണിച്ചു. അശ്വതി പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കാണാനുണ്ടായിരുന്നു. അങ്ങനെയാണ് വീട്ടുകാർ ഇപ്പൊ ഈ ഷോയിലൂടെ സംഭവം. അശ്വതി ആരായിരുന്നു ആരാധകൻ? ഇല്ല, അതെനിക്ക് അറിയത്തില്ല. എനിക്ക് ഇപ്പോഴും അറിയത്തില്ല, അത് ആരാണെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു ജിജ്ഞാസ ഉണ്ട്, അത് ആരാന്ന് അറിയാൻ. ആരാണേലും ഒന്ന് വെളിപ്പെടുത്തുക. ഇപ്പൊ ആ യൂട്യൂബ് ഒന്ന് കമന്റ് ചെയ്യുവാണെങ്കിൽ ഞാനായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അശ്വതിക്ക്. അയ്യോ, എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ആരോട് ചോദിച്ചു? തൊട്ടടുത്തിരുന്ന കാർത്തികിനോടൊക്കെ ചോദിച്ചു. കാർത്തികിന്റെ മറുപടി എന്തായിരുന്നു? അല്ല, ഞാൻ എനിക്ക് അറിയാവുന്നവരോടെല്ലാം, സാധ്യതയുള്ളവരോടെല്ലാം വിളിച്ചു ചോദിച്ചു. അപ്പൊ ഗിഫ്റ്റോ എന്ത്, നിന്റെ ബർത്ത്ഡേ ആയിരുന്നു, ഇങ്ങോട്ട് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ മിക്കവാറും എനിക്ക് ഇത്രയും ആരാധകരുണ്ടെന്ന് നിങ്ങളെ പോലുള്ള സുന്ദരികളായിട്ടുള്ള സഹപ്രവർത്തകരെ അറിയിക്കാൻ വേണ്ടിയുള്ള അശ്വതിയുടെ ഗൂഢതന്ത്രം ഞാൻ തന്നെ അയച്ചതാ. അല്ല, എന്നെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാനിപ്പം 2010 പ്രസ് ക്ലബ്ബ് പഠിച്ചിറങ്ങിയപ്പോൾ തൊട്ട് ജയ്ഹിന്ദിൽ ജോലി ചെയ്യുന്നു, വായിക്കുന്നുണ്ട് വാർത്ത. പക്ഷെ എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം, ഒരു 1, 2, 3 പേര് അല്ലാതെ എന്നെ, അതും പല വർഷങ്ങളായിട്ട് എന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ഈ നിഖിലിന്റെ വാർത്ത വന്നതിന് ശേഷം 1, 2 പേര് എന്നെ ഇങ്ങനെ ആ പയ്യന്റെ വാർത്ത എടുത്തത് ആളല്ലേ എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എനിക്കറിയില്ല എന്റെ മേക്കപ്പിന്റെ ആണോ എന്നൊന്നും എനിക്കറിയില്ല. അല്ലെങ്കിൽ എനിക്ക് അതിനോട് എന്താ അതിന്റെ സംഭവം. അടുത്ത തവണ വാർത്ത വായിക്കുമ്പോൾ അല്ല, എനിക്ക് അതിന് നിർബന്ധമില്ല. അശ്വതിക്ക് നിർബന്ധമില്ല, പക്ഷെ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എനിക്ക് എപ്പോഴും അത്ഭുതമാണ്. കാരണം എന്നെ ആരും തിരിച്ചറിയാറില്ല. ഇല്ല, ആരും അങ്ങനെ ചോദിച്ചിട്ടും ഇല്ല. ഇപ്പൊ ഈ നിഖിലിന്റെ വാർത്ത വന്നതിന് ശേഷം മാത്രമാണ് എന്നെ ഇങ്ങനെ ചോദിച്ചു. ശരിയാണെങ്കിൽ ആറ്റുകാൽ പൊങ്കാല റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്തവണ പൊങ്കാല റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അശ്വതിയെ ഒരുപാട് പേർക്ക് അറിയാം. എന്റെ കോളേജൊക്കെ പഠിച്ചിരുന്ന സമയത്ത്, ഞാൻ കോളേജ് പഠിക്കുമ്പോൾ അശ്വതി വാർത്ത വായിക്കുന്ന സമയത്ത് ഞാനായിരുന്നില്ല.
ഞാനല്ല. ഏതാ? ഫൈനൽ ഇയർ ആണ്. Second year. ഇപ്പോഴും പാസ്സായിട്ടില്ലേ? എഴുതിക്കൊണ്ട് സപ്ലി എഴുതുന്ന അല്ല നമുക്ക് ആവശ്യം വിടാം. പോടെ എന്റെ കയ്യിൽ നിന്ന് പോയതാ. ആര്യ ഈ പറഞ്ഞ പോലെ മറ്റൊരു ഫാൻ ബേസ് ഉള്ള ആളാണ് അല്ലേ? അപ്പം എല്ലാ ഫാൻ ബേസ് ഒക്കെ എല്ലാം നോക്കിക്കോ. ആര്യയുടെ കല്യാണം കഴിഞ്ഞതാണ്. യദു എന്ന് പറയുന്ന സുന്ദരനായ ചെറുപ്പക്കാരനാണ് ഭർത്താവ്. സാരമില്ല, ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ടിട്ടുണ്ട് Single ഫോട്ടോ. അല്ല, വിത്ത് ഫോട്ടോ. ഓക്കെ, ആര്യയും കൈരളി അല്ലേ? കൈരളിയാണ്. കൈരളി നിന്നാണ് തുടങ്ങുന്നത് അതെ. അല്ലേ? എന്നിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. ഓക്കെ, കൈരളി അപ്പൊ രേണുണ്ട്, ആര്യയുണ്ട്, ധന്യയുണ്ട്. ധന്യ, 3 പേര്. ഓക്കെ, എങ്ങനെയുണ്ട്? സുവി കൈരളി ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് അവിടെയായിരുന്നു. ഓക്കെ, ഡെസ്കിലാ. ഓക്കെ, അപ്പം ആര്യ നമുക്കിനി കുറച്ച് ഗൗരവത്തിലേക്ക് വരാം. ഈ സമത്വം എന്നൊക്കെ പറയുന്ന ചർച്ചയുണ്ടല്ലോ ഈ വനിതാ ദിനത്തിൽ, പ്രത്യേകിച്ചും എത്രത്തോളം നടപ്പിലായിട്ടുണ്ട്? ഒരുപാട് പുരോഗമനം പരമായി നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട്, അത് സത്യമാണ്, തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ സമത്വം എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലേക്ക് എത്തിയെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴും ഉണ്ട്. പിന്നെ ഏതൊക്കെ മേഖലയിലാണ് വരേണ്ടത്? ഏത് മേഖലയിൽ എത്തിയിട്ടുള്ളത്? ഒന്നുമില്ല. അല്ലിപ്പം ഒരു മേഖലയിൽ അത് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഒരു മേഖലയിൽ അച്ചീവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് പകുതി വരെ നിൽക്കുകയാണ്, 50% ആയി നിൽക്കുകയാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. ഒരിടത്തും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളുടെ ഡെയിലി ലൈഫിലായിക്കോട്ടെ, നമ്മുടെ വീട്ടിലായിക്കോട്ടെ, ഇപ്പോഴും അത് അന്യം തന്നെയാണ്. വീട്ടിലത്തെ കഥ പറഞ്ഞു അങ്ങനെയല്ല, ഞാനിപ്പോ ഈ മീൻ വറുത്ത വിവാദം വലിയ പ്രശ്നമല്ല. അത് യാഥാർത്ഥ്യമായിട്ടുള്ള കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട്. ആര് പറയുന്നത് പോലെ എല്ലായിടത്തും നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ, 2 വീട്ടിൽ, 3 വീട്ടിൽ, അല്ലെങ്കിൽ നമ്മളെ പോലെ ഉള്ള ആളുകളുടെ വീടുകളിൽ എന്നത് മാത്രമല്ലല്ലോ കാണുക. സമൂഹം മൊത്തത്തിൽ മാറുമ്പോൾ മാത്രമല്ലേ അതിനൊരു റിസൾട്ട് നമുക്ക്. ഒരുപക്ഷെ നമ്മൾ ഈ ചിരിയും വർത്തമാനായി പോകുമെങ്കിൽ പോലും നിങ്ങളുടെ ആശയങ്ങൾ അത് കേൾക്കുന്ന 4 പേരുണ്ടെങ്കിൽ അവർക്കൊരു ഗുണം ചെയ്യട്ടെ. എൽദോ പറഞ്ഞു നമ്മുടെ ന്യൂസ് റൂമുകളിൽ വനിതകൾ കൂടുതലാണ്. എന്താണ് സ്ത്രീകളെ ഉപഭോഗ വസ്തുക്കളായി കാണുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടല്ലോ. അപ്പോൾ അതിന്റെ ഭാഗമായി സ്ത്രീകളാണെങ്കിൽ കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കാം എന്നൊക്കെ കണ്ടിട്ട് അങ്ങനെയുള്ള ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരു ഭാഗമായി സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നു എന്നതുകൊണ്ട് അതൊരു സമത്വമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവർക്ക് അവരുടെ കഴിവിനനുസരിച്ചുള്ള അവസരങ്ങൾ അത് കൃത്യമായി ലഭിക്കുമ്പോൾ മാത്രമേ സമത്വം ആവുള്ളൂ. അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം കൊണ്ട് പോലും അതൊരു സമത്വമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ രേണു പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കില്ല. വേറെ ഒന്നുമല്ല, രേണുവിനെ ചർച്ചയിലിരിക്കുന്ന ഗസ്റ്റുകൾ തന്നെയാ പറയാറ്. ഞാനൊരു പത്രപ്രവർത്തനം തുടങ്ങുന്നു. 15-20 വർഷങ്ങൾക്ക് മുമ്പ് പെൺകുട്ടികൾ തീരെ ഉണ്ടായിരുന്നില്ല മാധ്യമ മേഖലയിൽ. നമ്മൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും വാർത്ത വായിപ്പിക്കാം, അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് നമുക്ക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ക്രൈം ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ പെൺകുട്ടികൾക്ക് കൊടുക്കാറേ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അതിൽ പരിമിതികളുണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ നോക്കിയാൽ പൊളിറ്റിക്സ് റിപ്പോർട്ട് ചെയ്യുന്ന എത്ര ലേഡീസും, അത് ഓരോ ചാനലിൽ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്ര ലേഡീസ് ഉണ്ട്, എത്ര പേർക്ക് അത് കിട്ടുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് അത് ഇപ്പോ അത് അവസരം ലഭിക്കാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ വേണ്ടത്ര ഒരു ശ്രമം നടത്താത്തതുകൊണ്ടാണ്? ശ്രമം നടത്താത്തതുകൊണ്ട് എന്ന് പറയാൻ പറ്റില്ല. ശ്രമം നടത്തിയാലും അവിടേക്ക് ആ ഒരു അവസരം അത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്ന ആണുങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്ത് നമുക്ക് ഒരുപാട് ചർച്ചയ്ക്കുള്ള സംഭവം ഉണ്ട്. എങ്കിൽ പോലും ഒറ്റ ചോദ്യം, ഞാൻ ഇവിടെ ഇത്രയും ചാനലുകൾ ഉണ്ടല്ലോ, എവിടെയുണ്ട് ഒരു വനിതാ മേധാവി? ഒറ്റ ചോദ്യം, എവിടെയുണ്ട് ഒരു വനിതാ മേധാവി? ഞാൻ ചോദിക്കുന്നത് അതിന് എഡിറ്റോറിയൽ ഡിസിഷൻ എടുക്കുന്നിടത്ത് വനിതാ പ്രാതിനിധ്യം എത്ര ഉണ്ടാവും? രേണു, അത് എഡിറ്റോറിയൽ എന്നതിനപ്പുറത്തേക്ക് എവിടെയോ ചെന്നേക്ക് ഇടിച്ചു നിൽക്കുവാണ്. അതിന് എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും ഒരിടത്ത് നമ്മൾ ഇടിച്ചു നിൽക്കുകയാണ്, അതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് പറ്റുന്നില്ല. പക്ഷെ അപ്പോഴും നമുക്ക് പറയാൻ കഴിയുന്ന കുറെ പേരല്ലേ ഇപ്പൊ ദേശീയ മാധ്യമങ്ങളാണ്. നമുക്ക് ഇപ്പൊ ബർഖാദത്തിന്റെ കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ അതുപോലത്തെ ഒരുപാട് മാധ്യമ പ്രവർത്തകരില്ലേ ഈ എത്രയോ പുരുഷന്മാരെക്കാൾ അഗ്രസീവായി ഭംഗിയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന. അവരുടെ സ്ട്രഗിൾ ഭയങ്കര വലുതായിരിക്കും. അവർ ചെയ്ത ഫൈറ്റ്, അവരതിനു വേണ്ടി നടത്തിയ സ്ട്രഗിൾ ഒക്കെ ഭയങ്കര വലുതായിരിക്കും. ഇപ്പം ഈ വനിതാ ദിനം ഒന്ന് ചോദിച്ചു തുടങ്ങിയോണ്ടാണ് വളരെ സീരിയസ് ആയിട്ട് തന്നെ പറയുകയാണെങ്കിൽ ഇത് ഒരു റിസർവേഷൻ പോലെ മാറ്റിവെക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഒരു ബസ്സിൽ കയറുമ്പോൾ ഇത്രയും ഭാഗങ്ങൾ സ്ത്രീകൾക്കാണ് എന്ന് പറയുന്ന പോലെ ഒരു വനിതാ ദിനം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ഒരു സ്റ്റീരിയോ ടൈപ്പ് സംഭവങ്ങളായിരിക്കും. അത് ശ്രദ്ധിച്ചില്ലേ? അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പിലേക്ക് പോവുകയാണ്. ഇത് ജനറൽ കോട്ടയിലല്ല. ജനറൽ കോട്ടയിൽ പ്രാതിനിധ്യം കിട്ടുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീകൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ആഗ്രഹിക്കുന്നത്, അതിലൊരു പ്രാതിനിധ്യം. അല്ലാതെ ഞങ്ങളൊരു 20% മാറ്റിവെച്ചിട്ടുണ്ട്. ആ 20
50% എന്താണ് ഇപ്പം സുവി പറഞ്ഞ പോലെ അതൊരു പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ നിങ്ങൾ പോയി കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചലച്ചിത്ര കാര്യങ്ങൾ അത്തരത്തിൽ സോഫ്റ്റ് ആയ സാധനങ്ങൾ സ്ത്രീകൾക്ക് കിട്ടുന്ന മേഖല എന്തൊക്കെയാണ് സുവി പറയുന്നത്? സിനിമ അല്ലെങ്കിൽ നമുക്ക് ജെൻഡർ ഈക്വാലിറ്റിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് സ്റ്റോറീസ് അതാണ് പൊതുവിൽ പരിഗണിക്കപ്പെടുക. ഒരു പെൺകുട്ടി ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവൾക്ക് പറഞ്ഞു കൊടുക്കണം ഇത് മാത്രമല്ല, പൊളിറ്റിക്സ് ഉണ്ട്, ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം, ക്രൈം ഉണ്ട്, ക്രൈം റിപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ പക്ഷെ കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി എത്തുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്തോ നമ്മൾ ഈ സംസാരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് ആണ്. കേരളത്തിന്റെ മറ്റിടങ്ങളെ അപേക്ഷിച്ച് കുറെ കൂടെ മെച്ചപ്പെട്ട സ്ഥലമാണ്. നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം അവസ്ഥ എടുത്താൽ പോലും നമ്മുടെ സംസ്ഥാനത്തുള്ള സാഹചര്യം ആയിരിക്കില്ല പുറത്തോട്ടുള്ളത്. അപ്പോൾ എല്ലാ മേഖലയിലും ഞാൻ പറയുന്നത് ഇതല്ല, സിനിമ എടുത്താൽ സിനിമയിലില്ലേ നമ്മൾ കണ്ടിട്ടില്ലേ ഏതെങ്കിലും എന്താ സപ്പോർട്ടിംഗ് ക്യാരക്ടറായി മാത്രം ഒരു വനിത അല്ലെങ്കിൽ ഒരു സ്ത്രീ നമുക്ക് സിനിമകളുണ്ട്. പക്ഷെ അതല്ല, പൊതുവെ സിനിമയെ നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, സിനിമയിലായാലും അതുപോലെയൊക്കെ തന്നെ നമ്മളുടെ ഫീൽഡിലുമുണ്ട്, എല്ലാ ഫീൽഡിലുമുണ്ട്. നമ്മൾ എത്ര പുരോഗമനം പറഞ്ഞാലും അല്ലെ പുരോഗമനം പുറമേ പറയുന്നവരുടെ ഉള്ളിൽ പോലും സ്ത്രീ വിരുദ്ധത നമുക്ക് കേൾക്കാം, വാക്കുകൾക്കുള്ളിൽ കേൾക്കാം, പെരുമാറ്റത്തിൽ കേൾക്കാം, അവരുടെ തീരുമാനങ്ങളിൽ കാണാം. ഇത് മാറ്റമുണ്ട്, പക്ഷേ ഒരുപാട് ഇനിയും മാറേണ്ട സാഹചര്യം. എനിക്ക് എൻ്റെ ഒരു പോസിറ്റീവ് നമ്മൾ വളരെ കൂലങ്കഷമായിട്ട് വിമർശിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സാധനം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കറക്റ്റ് 17 വർഷം മുമ്പ് തുടങ്ങിയതാണ് ജോലി. അതിൽ നിന്ന് ആ സമയത്ത് വരുന്ന കുട്ടികൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നത് ഭവ്യ കുറച്ച് നെഗറ്റീവായിട്ട് ഭവ്യ പറഞ്ഞെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇത് പറയാനുള്ളൊരു ഫ്രീഡം ഇപ്പോൾ മാധ്യമ മേഖലയിലുള്ള കുട്ടികൾക്ക് ഉണ്ടെന്നാണ് ഭവ്യക്ക് ഈ സ്ഥാപനത്തിലെ ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് തന്നെ പറയാൻ പറ്റുന്നുണ്ടെന്ന്. അങ്ങനെ പറയാൻ പറ്റാത്ത അന്ന് ഇതുപോലെ പറ്റിയിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചില വിഷയങ്ങൾ ഇപ്പം വളരെ ഇതായിട്ട് പറയുകയാണെങ്കിൽ സമൂഹ മാധ്യമത്തിൽ പോലും ഷെയർ ചെയ്യാത്തൊരു കാര്യമാണ്. ഇപ്പം ഇങ്ങനെ ഒരു ഫീൽഡിലിരിക്കുകയാണ് പറയാം. ജോലി തുടങ്ങുന്ന സമയത്ത് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഫീൽഡിൽ ഇത് പ്ലാറ്റ്ഫോമിൽ ഇത് പറയുമ്പം എങ്ങനെയാവും പ്രതികരണം ഉള്ളത്. ഒരു ട്രെയിനി സമയത്ത് അത്ര സുഖകരമല്ലാത്തൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവുക. ഒട്ടും ചെറിയൊരു നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അത് ഒരു മോശം കാറ്റഗറിയിലൊക്കെ പെടുത്താവുന്ന അത് അകത്ത് സുപ്പീരിയേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു തൊഴിലിടത്ത് നിന്ന് അങ്ങനെ ഒരു മോശം സിറ്റുവേഷൻ ഉണ്ടാകും. അങ്ങനെ ഒരു മോശം അവസ്ഥ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് പാനിക്കാകും. നമ്മൾ എന്ത് ചെയ്യണം എന്നറിയില്ല, നമ്മളെങ്ങനെ ആരോട് പറയണം എന്നറിയില്ല. അത് നമ്മൾ സുപ്പീരിയേഴ്സിനെ അറിയിക്കാം. സുപ്പീരിയേഴ്സിനെ അറിയിക്കുന്ന സമയത്ത് ഇതെങ്ങനെ ഒതുക്കി വെക്കാം, അല്ലെങ്കിൽ ഇതെങ്ങനെ സമാധാനത്തിലൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാം എന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ആ സമയത്ത് ഉണ്ടായത്. പക്ഷേ അത് കഴിഞ്ഞൊരു 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ സീനിയറായിട്ട് വരുന്ന സമയത്തും ഇതേപോലത്തെ സിറ്റുവേഷൻസ് മറ്റു കുട്ടികൾക്ക് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് പോവില്ല. അപ്പോൾ അങ്ങനെ അല്ലാത്ത എക്സ്പീരിയൻസും ഞാൻ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുന്ന സുപ്പീരിയേഴ്സിനെയും കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് അതൊരു കാലഘട്ടത്തിന്റെ പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. അത് അങ്ങനത്തെ ഒരു വിഷയം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതെ, മാറ്റം അന്ന് തുറന്നു പറയാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതിനൊപ്പം തുറന്ന് പറഞ്ഞ ആൾക്കാർ ഇന്ന് എവിടെ എന്നുകൂടിയുണ്ട്. അപ്പം ഞാൻ 2012 ജോലി തുടങ്ങുന്ന സമയത്ത് ഞാൻ കണ്ട ഫേസസ് ഒന്നും ഒരു 80% ആൾക്കാരില്ല ഫീൽഡിൽ. ഇപ്പം അവരെല്ലാവരും മാറ്റി നിർത്തപ്പെടുന്നു, അതിനനുസരിച്ച് അവർക്ക് മടുക്കുന്നു, ഫീൽഡ് ഔട്ട് ആവുന്നു എന്നുള്ളൊരു സാധനമുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച്. ഫീൽഡ് ഔട്ട് എന്നുള്ള വേർഡ് അത് പറഞ്ഞേ പറ്റും. സൂചിപ്പിച്ചതിന്റെ മറ്റൊരു വശമായി തുറന്ന് സംസാരിക്കുന്നത് ആരോ, ഇപ്പൊ നമ്മൾ എതിർത്ത് സംസാരിക്കുന്നത് ആരോ അവരെ നമ്മൾ എന്തായാലും ഒരു സ്ഥലത്ത് ഇല്ലെങ്കിൽ ഒന്ന് മാറ്റി നിർത്തും. അത് എല്ലാ മേഖലയിലും ഉള്ളതാണ്. പക്ഷെ മാധ്യമ മേഖലയിൽ പല ഫേസസും ഇല്ലാതായി. ഇതിനുള്ളൊരു കാര്യം നമ്മൾ ആദ്യം ക്രൈമിനെ പറ്റി പറഞ്ഞു. ക്രൈം റിപ്പോർട്ടിംഗ് ഒരു ക്രൈമിന്റെ പ്രൊമോ പോയായിരുന്നു ഓണറിൽ. ആ പ്രോഗ്രാമിന് എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ PCR നിന്ന് ചോദിക്കുന്നുണ്ട്. ആ പ്രോഗ്രാം ഞാൻ ചെയ്യണം എന്ന് വളരെ ആഗ്രഹിച്ചൊരു പ്രോഗ്രാമായിരുന്നു. ക്രിമിനോളജിസ്റ്റ് എന്നുള്ളതായിരുന്നു അതിൻ്റെ പേര്. ഞങ്ങളത് ഷൂട്ട് ചെയ്യുകയെല്ലാം ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് നിർഭാഗ്യവശാൽ അതിൻ്റെ പ്രൊഡ്യൂസർ രാജിവെച്ചു. പെട്ടെന്ന് ക്രൈം പറഞ്ഞു. പെട്ടെന്ന് സുവിക്ക് നേരെ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന അറ്റാക്ക് PCR എന്നാണ്. PCR ഭൂരിഭാഗം ആണുങ്ങളാണ് കേട്ടോ. അപ്പൊ അത് തന്നിട്ട് എന്തേ ചെയ്യാത്തെന്നുള്ള ചോദ്യം വന്നത് കണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, എവിടെ നിന്നുള്ള ആക്രമണമാണ് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പൊ അവിടെ ഇരുന്നിട്ട് ചോദിക്കാണ് കൊടുത്തിട്ട് ഇപ്പൊ എന്തായി. ഈ ചോദ്യം നമ്മൾ വീട്ടിൽ നിന്ന് മുതൽ കേൾക്കുന്നുണ്ട്, ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, എത്ര പേരുണ്ട് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് വരുന്ന മാധ്യമ പ്രവർത്തകരായ കുടുംബവും മാധ്യമ പ്രവർത്തന സ്ത്രീകൾ. അതിലേക്ക് നമുക്ക് അതിനു മുൻപ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇളമുറക്കാരി എന്ന്
പറഞ്ഞതുകൊണ്ട് എനിക്ക് പറയാലോ. അതായത് സത്യം പറഞ്ഞാലേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ ന്യൂസ് 8 വന്നപ്പോൾ കണ്ടത് നമ്മുടെ പെണ്ണുങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹചേച്ചിമാരായ ആളുകളൊക്കെ ഭയങ്കര ബോൾഡായ ആളുകളാണ്. സത്യം പറഞ്ഞാൽ എന്തൊരു പ്രശ്നം വന്നാലും പോ എന്ന് പറയാൻ പറ്റുന്ന അങ്ങനെയല്ല, അത് ഭവ്യോട് അങ്ങനെ പറഞ്ഞതല്ല. എന്ത് പ്രശ്നം പോടെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതല്ല എന്ത് വന്നാലും അത് നേരിടാൻ ഏത് തരത്തില് ഇപ്പോൾ ഫീൽഡിലെ പ്രശ്നങ്ങളായിക്കോട്ടെ, വീട്ടിൽ, കാരണം ഇവിടെ ഒത്തിരി പേരുണ്ട്. ഞാനൊന്നും വിവാഹം പോലും കഴിക്കാത്ത ആളാണ്. പക്ഷെ ഇവിടെ ഉള്ളത് കുടുംബം നോക്കുന്ന സ്ത്രീകളാണ്. പക്ഷെ എന്നിട്ട് പോലും ഇത്രയും പ്രായമായ ആളുകൾ പോലും ഭയങ്കര അത്ഭുതം. ഇപ്പൊ ഞാനല്ലല്ലോ പറഞ്ഞത്. ഇത് വളരെ പോസിറ്റീവായിട്ട് ആത്മാർത്ഥമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് പോലും സ്വന്തം കുടുംബം ഒരു വശത്ത് വെച്ചിട്ട് സ്വന്തം ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനൊക്കെ പക്ക നാട്ടിൻപുറത്തുനിന്ന് വരുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ ഒരു ബേസിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കാണുമ്പോൾ വലിയ അത്ഭുതമാണ് ഇവിടുത്തെ ആളുകൾ. നമ്മൾക്കൊക്കെ വലിയ പ്രചോദനമാണ്. കാരണം നാളെ ഇതേപോലെ ജോലി നമുക്കും വേണം എന്നല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കുടുംബം നോക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ ജോലി വേണം, അത് വിട്ടൊരു പരിപാടി ഇല്ലാന്ന് തെളിയിക്കുന്ന കുറച്ച് ആളുകളാണ് എൻ്റെ കൂടെ ഉള്ളത്. അത് സത്യം പറഞ്ഞാൽ നമുക്കൊരു അഭിമാനമാണ്. ഈ ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും ഇപ്പോൾ നമ്മളുടെ സ്ഥാപനത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ വനിതകൾക്കെതിരെ എന്തെങ്കിലും ഒരു പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് ആക്ട് പോലെ ഒരുപാട് എന്താ പറയുക, നമ്മളെ പ്രശ്നങ്ങളുണ്ടായാൽ അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ നേരിടാനുള്ള സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ സാബരയുടെ ഒരു നിലപാടെന്താണ്? ഈ മാറ്റം സ്വാഭാവികമായിട്ടും ഇവർ പറഞ്ഞതുപോലെ കഴിഞ്ഞൊരു 10-15 വർഷത്തിന് ശേഷം ഈ ഒരു സമയമായപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടില്ലേ എൻവയോൺമെന്റ് സാഹചര്യങ്ങളൊക്കെ? സാഹചര്യങ്ങൾ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ പേഴ്സണലി എനിക്ക് പെണ്ണായതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ കൂടെ ഇരിക്കുന്നവർക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഇതുവരെ ഞാൻ വർക്ക് ചെയ്തവരായിരുന്നു. ഇപ്പോൾ ഇവിടെയാണെങ്കിലും എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും എല്ലാവരും കട്ടക്ക് കൂടെ നിൽക്കുന്നവരാണ്. സോ എൻവിറോൺമെൻറ്റ് മാറിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പേഴ്സണലി അങ്ങനെ ഒരു ഭയങ്കര റൂഡായിട്ടൊന്നും ഫേസ് ചെയ്യേണ്ടി വരാത്തത് കൊണ്ട് എനിക്കതേക്കുറിച്ച് അത്ര തന്നെ ഒരു ഇത്. ശരി, ഓക്കെ. അപ്പൊ എന്താണെങ്കിലും വിമൻ 18 ഈ ന്യൂസ് 18 കുടുംബത്തിലെ പെൺപുലികളാണ്. ഈ ഒറ്റയ്ക്ക് ഞാൻ പാവം നടുവിൽ നിന്ന് വിയർക്കുന്നു. ആ വിയർപ്പിനിടയിൽ അല്പം വെള്ളം കുടിക്കാനായി ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. തിരികെ എത്താം. എങ്ങനെയാണ് ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് അവരുടെ കുടുംബ ജീവിതത്തെ ബാലൻസ് ചെയ്തു പോകുന്നത്? ഈ ഫീൽഡ് ഔട്ട് ആവുന്നുള്ള ധന്യയുടെ പരാമർശമൊക്കെ അത് എത്തരത്തിലാണ് നമ്മൾ സാധൂകരിക്കേണ്ടത്? നമുക്ക് ചോദിക്കാം. നമുക്ക് തിരികെ എത്താം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും വിമൻ 18. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം വിമൻ 18ലേക്ക്. ഈ ന്യൂസ് 18 കേരളത്തിലെ പെൺപുലികളും പിന്നെ ഞാനും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഈ ചാനലുകളിലും മറ്റ് മേഖലകളിലും ഒക്കെ സ്ത്രീകൾക്കുള്ള പ്രാതിനിധ്യം, ഇക്വാളിറ്റി എല്ലാം സാധ്യമാകുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് കുടുംബം എന്നുള്ള ഒരു പ്രധാന സംഭവമാണ്. ഞാൻ ആദ്യം പാർവതിയിലേക്ക് തന്നെ വരട്ടെ. പാർവതി വളരെ എന്താ പറയുക, ഒരു കുടുംബിനിയാണ്. അപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാം? ഏറ്റവും പ്രധാനം അമ്മയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ്, വർക്കലയാണ് എൻ്റെ വീട്. ഞാൻ വർക്കലയിൽ നിന്ന് ഡെയിലി പോയി വരികയാണ്. അപ്പോൾ മകളുണ്ട്. അപ്പോൾ ഞാൻ ഒരു 6:40 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഞാൻ തിരിച്ചൊരു 7:15 വീടെത്താറുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് എല്ലാം അമ്മയുടെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ മാനേജ് ചെയ്യുന്നത്. കാരണം യാത്ര, ഇവിടുത്തെ ജോലി, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, മകളുടെ കാര്യം, മോളുടെ വിദ്യാഭ്യാസം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതുണ്ട്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട രമ്യ, ഈ നമ്മൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരു പക്ഷേ കുടുംബത്തിന്റെ കാര്യം വരുമ്പോൾ പലപ്പോഴും സ്ത്രീകൾ സാക്രിഫൈസ് ചെയ്യാം, ഞാൻ ഈ ജോലി ഒഴിവാക്കി വീട്ടിൽ നിൽക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് സ്ത്രീകൾ തന്നെ പോകുന്നില്ലേ? സ്ത്രീകൾ പോവും, പക്ഷെ ഞാൻ പോയില്ല. നല്ലതാണ്. ഓക്കെ, അങ്ങനെ എന്തുകൊണ്ടായിരിക്കും സ്ത്രീകൾ അങ്ങനെ ഒരു പൊതുവായിട്ടുള്ള ഒരു കണ്ടീഷനിങ് ആണത്? അത് കണ്ടീഷനിങ് കൊണ്ടാണ്. അതായത് ചെറുപ്പം മുതൽ സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു കണ്ടീഷനിങ് അതാണ്. അതായത് സ്ത്രീകളാണ് കുടുംബം നോക്കേണ്ടവർ, കുടുംബത്തിന്റെ ഉത്തരവാദിത്വം പരിപാലിക്കേണ്ടവർ. അതെ, കുടുംബം നോക്കേണ്ടവൻ ഭർത്താവും അങ്ങനെ, അല്ലെങ്കിൽ കുടുംബസ്ഥരും, അങ്ങനത്തെ ഒരു ചിന്തയാണ്. ഇപ്പൊ അത് മാറുന്നുണ്ട്. അതും സ്ത്രീകൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള സാഹചര്യമുള്ള ഇഷ്ടം പോലെ കുടുംബങ്ങളുണ്ട്. അതായത് പുരുഷന്മാർ അവരുടെ ഹോബി, പാഷൻ എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. സ്ത്രീകൾ തന്നെ പ്രൊവൈഡ് ചെയ്യണം, അവർ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കണം എന്ന് പറയുന്ന കുടുംബങ്ങളും ഉണ്ട്. ചിലരത് സന്തോഷത്തോടു കൂടി ചെയ്യുന്നവരുണ്ട്. ചിലർക്ക് അതൊരു അങ്ങനെ
അവരുടെ കയ്യിലേക്ക് അത് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് അത് ഏറ്റെടുക്കേണ്ടി വരുന്നതാണ്. അങ്ങനെയുള്ളവരുണ്ട്. ഈ സമയം ഇപ്പോൾ അപർണ, ഈ സമയം ഒരു വല്ലാത്ത പ്രശ്നമാണ്. ഇപ്പം ആദ്യം ക്രൈമിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ തന്നെ റിപ്പോർട്ടർ ഇപ്പോൾ ന്യൂസ് ഡെസ്കിലേക്ക് വിളിച്ചിട്ട് ഈ ചോദ്യം ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മളുടെ വനിതാ രത്നങ്ങളോട്. അപ്പോൾ അതുകൂടി ചോദിക്കുന്നതാണ്, ഈ ഒരു ക്രൈം സീനിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ വിടുകയാണ്, ഒരുപാട് താമസിക്കാം. ഒരു സ്ത്രീ ഫോർ എക്സാമ്പിൾ ഒരു കൊലപാതകമാണെന്ന് കരുതുക, അവിടെ ദീർഘനേരം ചെലവഴിക്കേണ്ടി വന്നേക്കാം. അത് രാത്രി 1 മണി 2 മണി 3 മണി വരെ പോയേക്കാം. പിന്നെ അവിടെ നിന്ന് ചിലപ്പോൾ വേറെ ഇടത്തേക്ക് പോകേണ്ടി വന്നേക്കാം. അപ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഈ സമയങ്ങളുണ്ടാകും. ക്രൈം പോലുള്ളൊരു ബീറ്റ് ഏറ്റെടുത്താൽ എല്ലാ സ്ത്രീകളും അതിന് തയ്യാറാകുമോ? ഇല്ല, അത് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് കുടുംബം തന്നെയാണ്. ഇപ്പം നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഏജ് എങ്ങനെയാണ് എന്നുള്ളത്, ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എത്ര മണി വരെ അല്പം കൂടെ ഇപ്പം എൻ്റെ മകൻ ഒരു ടീനേജിലേക്ക് കയറിയ ഒരു കുട്ടിയാണ്, എനിക്ക് പറയാം. എന്നാലും ഒരു പരിധി കടന്ന് ഇപ്പം ഒരു ദിവസത്തിനപ്പുറം ഞാൻ മാറി നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പാർവതി പറഞ്ഞ പോലെ എൻ്റെ അമ്മയോ ആരെങ്കിലും അങ്ങനെ അവിടെ ഒരു സഹായത്തിന് ഉണ്ടാവണം. ഇല്ലെങ്കിൽ എനിക്ക് അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കൺവിൻസ് ചെയ്യപ്പെടുന്ന ചില സമയങ്ങളുണ്ട്, ഔട്ട് ഓഫ് സ്റ്റേഷൻ അല്ലാതെ ചെയ്തിട്ടുണ്ട്, അപ്പം മാറി നിൽക്കും. അപ്പോൾ ചില സമയങ്ങൾ ഈ ഒരു പാഷൻ കൊണ്ട് നമ്മൾ എത്തുന്ന ഒരു കാര്യമാണ്. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു ബാലൻസ് എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ പോലെ കുടുംബവും കരിയറും തമ്മിൽ അത് എന്തിനെങ്കിലും ഒന്ന് പ്രാധാന്യം കുറച്ചുകൊണ്ടല്ല. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഒരു സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നത് ഞാനൊരു സിംഗിൾ മദറാണ്. അപ്പം എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ തന്നെ ബാലൻസ് ചെയ്യണം. എൻ്റെ മകൻ്റെ കാര്യങ്ങളും അതിലൊരു ഡിസിഷൻ മേക്കർ ഞാനാണ്. ഒപ്പം എനിക്ക് എൻ്റെ കരിയറിനോട് ഞാൻ നീതി പുലർത്തുകയും വേണം. അപ്പം ഞാനിടുന്ന സമയത്തിൻ്റെ എമൗണ്ട് സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. ഒരു പക്ഷേ എനിക്ക് ചില വൈകുന്നേരങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. മകൻ്റെ കൂടെ ഇരുന്ന് അവനെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യേണ്ട കാര്യങ്ങൾ അത് നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കുക കുട്ടികൾ കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആവും. ഫാമിലി എന്ന് പറയുന്ന ആ ഒരു ഇൻഡിപെൻഡൻസിലേക്ക് അവർ വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. എങ്കിലും ചില സമയങ്ങൾ വളരെ ചുരുക്കം ചില സമയങ്ങൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതിൻ്റെ കരിയറിൻ്റെ തുടക്കത്തിലൊക്കെ ഈശ്വര ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടിയേനെ. കാരണം ഒരു പെൺകുട്ടിയായതുകൊണ്ട് എങ്ങനെ ഏൽപ്പിക്കാൻ പറ്റും? ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. വളരെ ദൂരയാത്ര പോകുന്ന ഒരു റിപ്പോർട്ടിങ്ങിന് വരിക, ഒരു ക്യാമറമാനും ഒരു റിപ്പോർട്ടർ മാത്രം പോവുക. ചിലപ്പോൾ ഒരു പക്ഷേ ലേഡീസിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ കാലഘട്ടമൊക്കെ നമ്മൾ കടന്നുപോയി. ഇപ്പോൾ ആ ബീറ്റൊക്കെ വളരെ ഈസി ആയി ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികൾ നമുക്കിടയിൽ തന്നെ കാണാം. രേണുവിനെ ഇന്ന് രാത്രി ഒരു ക്രൈം സീനിലേക്ക് വിട്ട് എത്ര മണിക്കൂർ രേണു തയ്യാറാണോ? ഞാൻ പറയട്ടെ, നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു രാത്രി യാത്ര പാടാണോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ പാടല്ല. നമ്മളൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ചെയ്യുന്നതിന് അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൽ താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും സ്ത്രീക്ക് ഇതിന് താല്പര്യമില്ല, ക്രൈം ബീറ്റ് താല്പര്യമില്ലാത്ത ഒരാളെ ക്രൈം ബീറ്റ് ഏൽപ്പിക്കണം എന്നതല്ല നമ്മളിവിടെ ഡിബേറ്റ് ചെയ്യുന്നത്. അത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീക്ക് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും സാധ്യതയും സാഹചര്യവും ഒക്കെ ഉണ്ടാകണം എന്നതാണ്. അവിടെയാണല്ലോ അത് പറയാം. അല്ലാണ്ട് ഇഷ്ടമില്ലാത്ത പണികൾ നീ നീ ക്രൈം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരെ പറ്റാത്തൊരിടത്ത് അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്തൊരിടത്ത് ഇറക്കിയിട്ട് അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കുക എന്നതല്ലല്ലോ നമ്മൾ ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യാൻ താല്പര്യമുള്ള, അതിന് അവസരമുള്ള, അതിന് ഇഷ്ടമുള്ളവർക്ക് അതിനുള്ള അവസരം കിട്ടുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഒരു പുരുഷന് കിട്ടുന്നത് പോലെയുള്ള അവസരം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുണ്ട്, ഒരുപാട് പേരുണ്ട്. നമ്മളുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നോക്കും. നമ്മളിപ്പോൾ തുടക്കം മുതൽ തന്നെ ഡെസ്കിലാണ്. ഞാൻ ഓവർനൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. ഡെസ്കിലായതുകൊണ്ട് ഞാൻ ഡെസ്കിൽ ചെയ്യുന്നു. ഇതിപ്പോ മറ്റൊരു ഫീൽഡിലാണെങ്കിൽ ഞാൻ അവിടെ പോയി ചെയ്യും. അത്രേ ഉള്ളൂ. നമ്മൾ ഓവർനൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇപ്പൊ ഒരു വാർ സോൺ, നമ്മുടെ വാർ സോൺ നമ്മുടെ ഇവിടെ ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് വരികയാണ്. പെട്ടെന്ന് ഒരാൾ പോകണം, അവിടെ ഒരു സ്റ്റേ അക്കോമഡേഷൻ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ മാനേജ്മെന്റ് അല്ലെങ്കിൽ വളരെ സുപ്പീരിയേഴ്സ് ചിലപ്പോൾ ഒരു സ്ത്രീ പോകണമോ എന്ന് ഞാൻ പറഞ്ഞത് അതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു വല്ലാത്തൊരു സുഖമല്ലാത്ത പ്രജുഡിസ് ആണെന്നാണ് ഞാൻ പറയുക. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ കുറച്ചും കൂടെ ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കിട്ടിയാൽ എന്ന് ഒരു യുദ്ധത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട്, എവിടെയെങ്കിലുമൊക്കെ യുദ്ധം നടക്കുന്നു, എന്നെ അത് അസൈൻ ചെയ്തു, ഞാൻ പോകുന്നു, ചെയ്യുന്നു. ദയവേത് നമ്മുടെ എഡിറ്റോറിയൽ സംഘം നോട്ട് ചെയ്തേക്കണം. ഇനി ലോകത്ത് എവിടെയെങ്കിലും ഒരു യുദ്ധം ഉണ്ടായാൽ, യുദ്ധഭൂമി ഉണ്ടായാൽ രേണുക അവിടെ കമന്ന് കിടന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ സ്വപ്നം കാണുന്നതിൽ ഞാൻ മാത്രം ഇരിക്കുന്നിടത്ത് ഒരു വലിയ ഇൻസിഡന്റ് ഉണ്ടാവുന്നു, ഞാനത് റിപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ ഓഫീസിൽ വിളിച്ച് പറയുന്നു. എന്തൊരു ദുഷ്ട മനസ്സാ നോക്ക്. എനിക്ക് ആക്ച്വലി എനിക്ക് ക്രൈം അല്ല സത്യത്തിൽ അങ്ങനെ ഭയങ്കര വിപ്ലവം നമ്മൾ ഉണ്ടാക്കണം തോന്നിയത് സറ്റയർ പ്രോഗ്രാമാണ്.
അതായത് സ്ത്രീകളെ ഒരു കാലത്ത് ഒരുപാട് സ്ത്രീകളുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, സ്ത്രീകളെ സ്ത്രീകളെ ഒരു നമ്മളുടെ കാലത്ത് സമാധാനമായിട്ടുള്ള ഒരുപാട് പഠിപ്പിച്ചിരുന്ന പേരുണ്ട്. സ്ഥലമായിരുന്നില്ല. പക്ഷെ അവിടെ ഇപ്പൊ കുറേ ഗേൾസ് ഉണ്ട് ഭയങ്കര രസമായിട്ട് പറയുന്ന. അപ്പൊ അത് പറയുമ്പോൾ തന്നെ ഓൺ-എയർ അല്ല, ഓഫ്-എയർ തന്നെ, ഇപ്പൊ ക്യാമറ ഇല്ലാത്ത ഒരിടത്ത് തന്നെ നമ്മൾ പുരുഷന്മാരുടെ തമാശകൾ മാത്രം ആസ്വദിക്കേണ്ടി വരുന്ന, നമ്മൾ എന്തെങ്കിലും അതായത് പുരുഷന്മാർക്ക് മാത്രം പറയാൻ പറ്റുന്ന, സ്ത്രീകൾ അത് പറയില്ല ഒരിക്കലും, അങ്ങനെയുള്ള തമാശകൾ മാത്രം ആസ്വദിക്കേണ്ടി വരുന്ന ഡെസ്കുകളുണ്ട് ഇപ്പോഴും ഒരുപാട്. പുരുഷന്മാർ പറയുന്നത് മാത്രം ആസ്വദിക്കുക, സ്ത്രീകൾ പറയുന്നവർക്ക് കിട്ടില്ല. സ്ത്രീകൾ പറയുന്നത് ചളിയാന്ന് പറയാ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടി ചിരിക്കേണ്ടി വരുന്ന സാഹചര്യം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇരുന്ന് രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ കൂലങ്കഷമായിട്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ എൽദോ സ്വാഭാവികമായിട്ടും ആദ്യം ചെവി ഓർക്കുക ആര് പറയുന്നതിലായിരിക്കും? പറയുന്ന വാക്കിലായിരിക്കും, അവരുടെ പിന്നെ അല്ലാതെ സ്ത്രീ ആയതുകൊണ്ട് പുരുഷനായതുകൊണ്ട് രാഷ്ട്രീയ ചർച്ച എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ, ആധികാരികമായിട്ടുള്ള അനാലിസിസ് നടത്തുന്നത് ഒരുപക്ഷെ പുരുഷനായിരിക്കും. സ്ത്രീ അത് കഴിഞ്ഞിട്ട് അനാലിസിസ് നടത്തിയാൽ മതി എന്നൊരു ചർച്ചകളിൽ തന്നെ എത്രയോ അതിഥികൾ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ചർച്ചകൾ നടത്തുന്നു. നമ്മുടെ സ്ഥിരം ഇപ്പൊ ഇന്ന് വനിതാ ദിനം മാറ്റി നിർത്തുക, സ്ഥിരമായിട്ട് നടത്തുന്ന ചർച്ചകളിൽ രാഷ്ട്രീയം പറയുന്ന സ്ത്രീകളില്ല. എത്ര അതിഥികൾ സ്ത്രീകളായിട്ട് എത്തുന്നുണ്ടെന്ന് കൂടെ ചിന്തിക്കണം. നമ്മൾ ക്വാളിറ്റി പ്രധാനമായിരിക്കുമ്പോഴാണ് ആ ക്വാളിറ്റി ഉപയോഗിക്കാതിരിക്കുന്നത്. എത്ര സ്ത്രീകൾക്ക് നന്നായി രാഷ്ട്രീയം പറയാൻ അറിയാം, നന്നായി ജീവിതത്തിനെ കുറിച്ച് സംസാരിക്കാൻ അറിയാം, അവസരം ലഭിക്കാത്തതുകൊണ്ടാണ്. പുരുഷനെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് എന്തുകൊണ്ട് സ്ത്രീയെ മാത്രം ഗസ്റ്റാക്കി വിളിക്കുന്നില്ല? ഒരു ഇപ്പൊ രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും മറ്റേത് മേഖലയാണെങ്കിലും അവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അല്ല ഞാൻ പറയുന്നത്, അവരെ റെപ്രസെന്റ് ചെയ്തു. നമ്മുടെ ചാനലാണെങ്കിൽ നമ്മൾ ഒരു പരിപാടി നടക്കുന്നു, ഇവിടെ ആരെയാണ് വന്ന് ഇൻവൈറ്റ് ചെയ്യുന്നത്, ആരാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അവരുടെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ആളാണ്. അപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എപ്പോഴും എല്ലാ കാലത്തും അവരുടെ മേളിൽ ഇരുന്നിട്ടുള്ളത് എല്ലാം പുരുഷന്മാരാണ്. അപ്പൊ അവരെ വിളിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ചർച്ചയ്ക്ക് ഒരാളെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തരുന്നത് ഒരു പുരുഷനെ ആയിരിക്കും. സ്ത്രീകളെ വേണമെന്ന് ഞങ്ങൾ ഇന്ന് നിർബന്ധിച്ച് ആവശ്യപ്പെട്ടിട്ട് വനിതാ ദിനമാണല്ലോ എന്ന് പറയുമ്പോഴാണ് അവർ സ്ത്രീയെ, അത് നമുക്കിന്ന് വന്ന അതിഥിയെ പരിചയം പോലും ഇല്ല, ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളാണ് നടക്കുന്നത്. ഇതാർക്കും സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഒരാൾക്കും രാഷ്ട്രീയം പറയാൻ അറിയാനിട്ടല്ല. അതിഗംഭീരമായിട്ട് രാഷ്ട്രീയം പറയുന്ന ആളുകൾ നാട്ടിലുണ്ട്, അതിഗംഭീരമായിട്ട്. വനിതാ പ്രാതിനിധ്യം എന്ന് പറയുന്ന പാർട്ടികളിൽ പോലും എത്രയാണ് പുരോഗമന പ്രസ്ഥാനങ്ങൾ പോലും എത്രത്തോളം സ്ഥാനാർത്ഥികൾ നൽകുന്നുണ്ട്. ഞാൻ കുറെ ആര്യ ഇവിടെ ഇങ്ങനെ വെറുതെ നമ്മള് ഇങ്ങനെ ചർച്ച കേട്ടിട്ടിരിക്കുകയാണ്, അതെ. ആര്യക്ക് 4 മണിക്ക് ബുള്ളറ്റിനുണ്ട്, അതിന്റെ തയ്യാറെടുപ്പിലാണ്. എങ്കിൽ പോലും ആര്യ ഈ വീട്ടിലത്തെ മീൻ കൃഷിയൊക്കെ സഹായിക്കാറുണ്ടോ? ഇല്ല, ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല, അതുകൊണ്ട് സഹായിക്കാറുമില്ല, നോക്കാറുമില്ല. ആര്യയുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ഏതാണ്? ഞാനിപ്പോ ജോലി ചെയ്യുന്ന മേഖല തന്നെയാണ്. അതർ ദാൻ ദാറ്റ് ഞാൻ കുറച്ചും കൂടി ലൈറ്റ് ആണ്. എനിക്ക് കുറച്ചുകൂടെ എന്റർടൈൻമെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിരിക്കും. അതായത് ഹോബി ബേസ്ഡ് ആണെങ്കിലും എല്ലാം. അല്ലാണ്ട് ഈ മാത്സ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അതിൽ എനിക്ക് താല്പര്യമില്ല. ഞാൻ ആരിലേക്ക് വരാൻ കാരണം, ആര്യ വളരെ റീസെന്റ് മാരീഡ് ആണ്, നമ്മൾ ആദ്യം പ്രഖ്യാപിച്ചല്ലോ. ഓക്കെ, അപ്പൊ ഈ അതുകൊണ്ടല്ല, അത് എന്റെ ചോദ്യം ഇതാണ്, ചോദ്യം പൂർത്തീകരിക്കാൻ സമ്മതിച്ചില്ല. അത് ആര്യയുടെ ഫാൻ ബേസിന് തകർക്കാൻ വേണ്ടി മാത്രമാണ്. രേണു അത് കേട്ടിട്ടില്ലേ, നമ്മൾ മരിച്ചാലും അത് മാറത്തില്ല. ഇന്ന ആളുടെ ഭാര്യയാണ് മരിച്ച ആളെന്നാ പറയുന്നത്. എല്ലാ ഭരണകൂടം എടുത്ത് നോക്കി നോക്കി ഈ എൽദോ ഈ ഷോ തുടങ്ങിയതിന് ശേഷം വിവാഹം, പ്രായം എത്ര തവണ ആവർത്തിച്ചു സ്വയം വിവാഹവും പ്രായത്തിലും ഇവിടെ എന്താണ് പ്രസക്തി? വിവാഹിതയാണ് എന്ന് ആര്യ ഒരിക്കലും ആര്യക്ക് തോന്നുന്നില്ലല്ലോ. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആര്യയുടെ ഫാൻ ബേസിന് പ്രേക്ഷകരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ എൽദോ വിവാഹം കഴിച്ച് 2 കുട്ടികളുടെ അച്ഛനായിട്ടാണ് ഇവിടെ പറഞ്ഞില്ല. ഇപ്പൊ ഇത് പുരുഷന്മാരുടെ ഒരു ചർച്ചയാണ്. സ്ത്രീ ആയിരുന്നു ആങ്കർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇയാള് കല്യാണം കഴിച്ചതാണ്, ഇയാൾക്ക് കുട്ടിയുണ്ട്, ഇതിങ്ങനെ ആവർത്തിച്ച് ഒരു സ്ത്രീയും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ചർച്ചയ്ക്ക് എന്നെ വിളിക്കണ്ടായിരുന്നു. ഒരുപാട് തവണ പലവരെ കുറിച്ചും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇടപെട്ടത്. ഞാൻ വിവാഹിതനാണ്, 2 കുട്ടികളുടെ അച്ഛനാണ്, മൂത്ത മകൾ 3ാം ക്ലാസ്സിലാണ്, രണ്ടാമത്തെ ആൾ UKG-യിലാണ്. ആർ യു ഹാപ്പി? ഓക്കെ, ഇതിന്റെ കാര്യം പറയാം. ഇതേ പറഞ്ഞ അശ്വതിയും ഞാനും മോർണിംഗ് ഷോ ഒരുമിച്ച് ആങ്കർ ചെയ്യുമ്പോൾ അശ്വതി ഓടുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് പിന്നെ എൽദോ 2 കുട്ടികളുടെ അച്ഛനാണ്, സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞു
നമ്മൾ പറഞ്ഞ എൽദോ തന്നെ ഒന്ന് ഞാൻ പറഞ്ഞതിലൊരു ഫാക്ട് ഉണ്ടോ എന്ന് നോക്കൂ. നമ്മളൊരു ചരമകോളത്തിൽ പോലും മരിച്ചാൽ പോലും അങ്ങനെയാണ് നമ്മൾ കൊടുക്കാറ്. സുജാത നമ്മൾ നാട്ടുവർത്തമാന സകലമാന കേരളമൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുമ്പോൾ ആക്സിഡന്റിൽ ഒരു സ്ത്രീ മരിച്ചു, നമ്മൾ എങ്ങനെയാ കൊടുക്കാറ്? ഇന്ന ആളുടെ, അതായത് ഏതെങ്കിലും ഒരു വീട്ടിൽ, മേലെ പുത്തൻ വീട്ടിൽ ഭാസ്കരന്റെ ഭാര്യയാണ് സുജാത. സുജാതയ്ക്ക് ഐഡന്റിറ്റി ഇല്ല, ഈ ഭാസ്കരന്റെ ഭാര്യ ആയിട്ടാണ്. അല്ലെങ്കിൽ അയാൾ പരേതനാണെങ്കിൽ പരേതനായ ഭാസ്കരന്റെ ഭാര്യയാണ് സുജാത. പക്ഷേ അതിൽ പത്രങ്ങളുടെ ചരമക്കോളങ്ങളിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട്, നമ്മളുടെ ന്യൂസ് റൂമുകളിൽ വരുന്നുണ്ട്. അത് നമ്മൾ കാണാൻ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട നിങ്ങൾ തന്നെ അതിനൊരു മുൻകൈ എടുക്കാവുന്നതാണ്. അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഞങ്ങൾ അത് വെട്ടി ദൂരെ കളയാറുണ്ട്. ആ ഒരു വരി ദൂരെ കളയും. ആരാണ് മരിച്ചതെന്നുള്ളത് മാത്രമേ ആൾക്കാർക്ക് അറിയേണ്ടുള്ളൂ. അത് ആരുടെ ഭാര്യയാണെന്നൊന്നും അറിയേണ്ട കാര്യം അവർക്കില്ല. അതുകൊണ്ട് നമ്മൾ അത് ഇപ്പോൾ അശ്വതിയുടെ ഒരു വാർത്ത വരികയാണെങ്കിൽ അശ്വതിക്ക് എങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹം? അശ്വതി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ ഇതൊക്കെ പറയുന്നതുകൊണ്ട് ഞാനൊരു പുരുഷ വിരോധിയല്ല. എനിക്കൊരു ഭർത്താവുണ്ട്. അപ്പൊ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഭർത്താവുണ്ട്, ഒരു കുഞ്ഞുണ്ട്. അപ്പൊ എൽദോ ചോദിക്കൂലേ, ഞാൻ കല്യാണം കഴിച്ചതാണ്, മകനുണ്ട്, 9 വയസ്സോളം മകനുണ്ട്. പിന്നെ നേരത്തെ പാർവതി പറഞ്ഞ പോലെ ഇങ്ങനെ ജോലിക്ക് വരാൻ പറ്റുന്നതും റിലാക്സ്ഡ് ആയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നതും അമ്മ വീട്ടിലുണ്ട്. അമ്മ നന്നായിട്ട്, അതായത് നമുക്ക് ഇവിടുത്തെ ജോലിയും ചെയ്തപ്പോൾ എനിക്കൊന്ന് രേണുകയാണെങ്കിലും മറ്റാരാണെങ്കിൽ പോലും ഈ ജോലി വീട്ടിലെ ജോലിയും ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ജോലി ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഒരു അനുഗ്രഹം ഉള്ളത് അമ്മ അടുക്കളയിൽ നമുക്ക് ഒത്തിരി പണി ചെയ്യേണ്ടി വരുന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാനൊരു സിംഗിൾ പാരന്റ് ആണ്. എനിക്ക് ഒരു മോളുണ്ട്. പക്ഷേ ഞാൻ ഈ ന്യൂസ് റൂമിൽ കേട്ടിട്ടുണ്ട്, നമ്മളുടെ ജോലി സമയത്തിന് ഒരിക്കലും നമ്മളുടെ വീട്ടിലുള്ള ബുദ്ധിമുട്ടോ പ്രാരാബ്ധങ്ങളോ ഒന്നും ആരെ അറിയിക്കാറില്ല. പക്ഷെ അതിനപ്പുറം നോക്കൂ, ഇന്നയാൾ ഇത്ര അവേഴ്സ് ഈ ഇവിടെ ഓഫീസിലുണ്ടല്ലോ എന്നൊരു ഡിസ്കഷൻ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അയാൾ ഹോസ്റ്റലിൽ നിന്ന് ഇവിടെ വന്ന് AC-യിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ സമയം ചെലവഴിക്കുന്നത് പോലെ അല്ല നമ്മൾ വീട്ടിലെ എല്ലാ ഉത്തരവാദിത്വം കഴിഞ്ഞ് ബാക്കി നമ്മൾ ഈ ചർച്ചയിലേക്ക് വന്നത് ഞാൻ ആര്യയുടെ ചോദിക്കാനുള്ള കാരണം വേറെ ഒന്നുമില്ല. ഈ റീസെന്റ് മാറ്റി പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ബാക്കി എല്ലാം പറഞ്ഞേക്കും. ഈ യുവതലമുറയിലെ കുടുംബം എന്ന് പറയുന്നത് ഇപ്പോ അവർ പിന്നെ സപ്പോർട്ടീവ് ആകുന്നുണ്ടോ എല്ലാ കാര്യത്തിലും? ഈവൻ അതിപ്പോ അടുക്കളയിലാവട്ടെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലാവട്ടെ, പിന്നെ ബാക്കിയുള്ള റിലേറ്റീവ്സ് ആയിട്ടുള്ള മെയിൻ്റെനൻസ് ഒക്കെ ആവട്ടെ, എല്ലാത്തിലും ഒരു ഈക്വൽ 50-50 മെയിൻ്റെനൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഇക്വാലിറ്റി കിട്ടുന്നുണ്ടോ എന്ന് അറിയാനാണ്. ഒരു 10 വർഷം മുമ്പുള്ള സാഹചര്യം അല്ല ഇപ്പോൾ എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പം എൻ്റെ കാര്യം എടുത്താൽ ഞാൻ ഭയങ്കര പ്രിവിലേജ്ഡ് ആണ്. എനിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് കുക്ക് ചെയ്ത് വെച്ച് എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തിട്ട് വരേണ്ട ആവശ്യമില്ല. ഞാൻ കുക്ക് ചെയ്യേ വേണ്ട, പുറത്തുനിന്ന് കഴിച്ചാൽ മതി. യദുവിന് കുക്ക് ചെയ്യുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനും കുക്ക് ചെയ്യണ്ട എന്നുള്ളത് തന്നെയാണ് ആറ്റിറ്റ്യൂഡ്. ഞാനിപ്പോൾ വെറുതെ വീട്ടിൽ ഇരിക്കുകയാണെങ്കിലും കുക്ക് ചെയ്തതിനോട് താല്പര്യമില്ല. അത് എൻ്റെ പ്രിവിലേജ് ആണ്, ഞാൻ വരുന്ന സാഹചര്യമാണ്. പക്ഷെ എല്ലാവരുടെയും സാഹചര്യം ഒരേപോലെ അല്ല, അത് നമ്മൾ അഡ്രസ് ചെയ്യണം. ഒരുപാട് മാറ്റമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോഴും ആ ഒരു കണ്ടീഷനിങ് ഉണ്ട്. അതായത് കുക്ക് ചെയ്തിട്ട് വരണം, കുക്ക് ചെയ്യേണ്ടത് സ്ത്രീയാണ് എന്നുള്ളത് എവിടേക്കോ ഉണ്ട്. പക്ഷെ ഒരുപാട് ആണുങ്ങളുണ്ട് കേട്ടോ, പുരുഷന്മാരുണ്ട് 50-50 എടുക്കാൻ തയ്യാറായിട്ടുള്ളവര്, ഹെൽപ്പ് ചെയ്യുന്നവര്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും 50-50 എടുക്കുന്നവരുണ്ട് കേട്ടോ. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ്ലി എല്ലായിടത്തും മാറിയോ എന്ന് എനിക്കറിഞ്ഞൂടെ. ഇപ്പോൾ ഒരു സിറ്റി ബേസിൽ നോക്കുമ്പം ഒരു പക്ഷേ ഹസ്ബൻഡും വൈഫും ഒക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ അവിടെ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ഗ്രാമീണ മേഖലകളിലേക്കൊക്കെ പോകുമ്പോൾ അത് കാണുന്നില്ല എന്ന് തന്നെ പറയാം. ശരി, ഇനി ഞാൻ വീണ്ടും ഈ ഡിജിറ്റൽ സോഷ്യൽ മീഡിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ വല്ലാത്തൊരു വരവുണ്ട്. ഇപ്പോൾ വിമൻസ് ഡേ എന്നുള്ളത് ഒരു 10 വർഷം മുമ്പ് എത്രത്തോളം കേട്ടിരുന്നോ അതിന് ഒരു 10 മടങ്ങ് 100 ഇരട്ടി ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് സ്റ്റാറ്റസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലെ അമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ 2 പെൺമക്കളെയും സ്റ്റാറ്റസ് ഇട്ടിട്ട് ഹാപ്പി വിമൻസ് ഡേ എന്ന് സ്റ്റാറ്റസ് ഇടുന്നവരാണ് കൂടുതലും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ഈ പറയുന്ന ഒരു വർത്തമാനത്തിൽ മാത്രമുള്ളൂ, അല്ലെങ്കിൽ ശരിക്കും വിമൻ ആ ഫ്രീഡം, ആ ഇക്വാലിറ്റി എൻജോയ് ചെയ്യുന്നുണ്ടോ? വിമൻ ആ ഫ്രീഡം ഇക്വാലിറ്റി എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോഴും ഡിബേറ്റബിൾ ആണ്. പക്ഷേ ഈ ഡിസ്കോഴ്സുകൾ ഇപ്പോഴും ഇത്ര നടക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പോൾ ഈ എൽദോ പറഞ്ഞ പോലെ ഇപ്പോൾ എൽദോയുടെ വീട്ടിലുള്ള സ്ത്രീകൾ അങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. അങ്ങനെയല്ല, ഒരു ജനറലി അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ, ഒരു അവയർനെസ് വരുന്നുണ്ടെങ്കിൽ അതിൽ സോഷ്യൽ മീഡിയയുടെ പങ്കുണ്ട്. ഇപ്പോൾ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഓക്കെ, സാബിറ സെയിം ഒപ്പീനിയൻ ആണോ? ആണോ, മാറ്റൊന്നുമില്ല, പറഞ്ഞു. ഇല്ല, ഞാനും ഓർക്കുമ്പോൾ
ഇപ്പം നമ്മളെ ചുറ്റിലും നടക്കുന്ന പല കാര്യങ്ങളിലും സോഷ്യൽ മീഡിയേൻ്റെ ഇൻഫ്ലുവൻസ് ഭയങ്കര വലുതാണ്. ഇതിപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നമുക്കുണ്ടായില്ല അതിൽ പ്രതികരിക്കുന്നത്, എന്തും നമ്മളെ പേഴ്സണലാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ എന്തും തൻ്റെ ഇടത്തോടെ പറയുന്നതിന് വലിയൊരു പങ്ക് സോഷ്യൽ മീഡിയക്കുണ്ട്. പിന്നെ നമുക്കൊരു ന്യൂസ് ചാനലിലൊക്കെ ന്യൂസ് കൊടുത്ത് അതിന് ഭയങ്കര പോപ്പുലാരിറ്റി കിട്ടുന്നതിനേക്കാളും എളുപ്പമാണ് നമ്മളെ കയ്യിലിരിക്കുന്ന ഫോൺ വെച്ചിട്ട് മീൻസ് നമ്മളെ നിലപാട് ഇന്ന വിഷയത്തിൽ ഇതാണ് എന്നൊക്കെ പറയാം. പലപ്പോഴും നിലപാടുകൾ വ്യക്തമാകുന്നത് സോഷ്യൽ മീഡിയ വഴിയല്ലേ. ഇപ്പോൾ ഒരു മീ ടു എന്നുള്ള ഒരു ക്യാമ്പയിൻ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്തിരുന്നു. ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുമ്പോഴേ സോഷ്യൽ മീഡിയയിൽ വനിതാ ദിനം ആശംസകളൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പോയി സ്ത്രീ വിരുദ്ധത നടപ്പാക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കൊണ്ട് ഒരു ഉപയോഗമില്ല. വെറുതെ പുറമേക്ക് ഇങ്ങനെ ജാട കാണിക്കുക അല്ലെങ്കിൽ എന്താ ഒരു ഇത് കാണിക്കാം എന്നല്ലാണ്ട് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകുന്നില്ല. അപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അവരുടെ ഉള്ളിൽ എന്താണെന്നുള്ളത്. മീറ്റു വിഷയത്തിൽ എൻ്റെ കൊളീഗ്സിനും അപ്പം എനിക്കുള്ള അതേ അഭിപ്രായം ആയിരിക്കണമെന്നില്ല. പക്ഷെ എനിക്ക് ആക്ച്വലി എല്ലാം തുടങ്ങിയതുകൊണ്ട് എനിക്ക് അതിൽ എല്ലാവരുടെയും അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്ന് വെച്ചാൽ പലർക്കും പല അഭിപ്രായമാണ്. അത് അന്നേ പറയണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞിട്ട് എന്താണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. പിന്നെ രണ്ടുപേർ തമ്മിൽ എന്തോ ബന്ധമായിക്കോട്ടെ, രണ്ടുപേർ തമ്മിൽ ബന്ധം ഉണ്ടായിരിക്കുന്ന സമയത്ത് പെരുമാറിയ സാധനത്തിന് പിന്നീട് ഉപയോഗിക്കുന്നതിൽ തർക്കമുണ്ട്. അപ്പം അങ്ങനെയുള്ള എനിക്കൊരു ആഗ്രഹമുണ്ട് എൻ്റെ കൊളീഗ്സ് എന്താണ് അതിനെക്കുറിച്ച്. പലപ്പോഴും എപ്പോഴും ഒരു പുരുഷ വിരുദ്ധമായി പലപ്പോഴും മാറാറുണ്ടോ എന്ന് സംശയം അല്ലേ, അല്ലെങ്കിൽ ഒരാളെ അപമാനിക്കാൻ വേണ്ടി മാത്രം ഈറ്റുവിടുന്ന ഒരുപാട് പേര്. പക്ഷേ അതൊരു എന്താ പറയാ എല്ലായിടത്തെയും ഒരു തെറ്റായ പ്രവണത പോലെ മാത്രം കണ്ടാൽ പോരെ. എല്ലാവരും സ്ത്രീകൾ എന്ന് പറയുമ്പോൾ സ്ത്രീകളിലും ഒരു പക്ഷേ ക്രിമിനൽസ് ഉണ്ടാകാം, മോശപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ചീറ്റ് ചെയ്യുന്നവരുണ്ടാവും. അത് സ്ത്രീകൾ എല്ലാവരും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ലല്ലോ, പുരുഷന്മാരിലും ഉണ്ട് സ്ത്രീകളിലും ഉണ്ട്. അപ്പോൾ മീറ്റു ചിലപ്പോൾ ചിലർ ദുരുപയോഗം ചെയ്യുന്നുണ്ടാകാം, പക്ഷെ എല്ലാ മീറ്റുവും അങ്ങനെയാണ് എന്ന് പറയരുത്. ഇതിപ്പോ ഒരു പീഡനം ഏറ്റു, അത് ഇന്ന സമയത്തിനുള്ളിൽ പറയണം എന്ന് പറയാൻ പറ്റത്തില്ല. ആ സ്ത്രീയുടെ സാഹചര്യം എന്ത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അവർ കടന്നുപോയ വഴികൾ എന്താണെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൃത്യസമയത്തിനകം പറയണം, അല്ലെങ്കിൽ അത് മീറ്റു അല്ല, അല്ലെങ്കിൽ അത് പീഡനം അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ചീറ്റ് ചെയ്യുന്നവരും ദുരുപയോഗം ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാകും. അത് പുരുഷന്മാരിലും ഉള്ളതുപോലെ തന്നെ സ്ത്രീകളിലും എല്ലാത്തരം മോശം പ്രവണതകൾ ഉള്ളവരും ഉണ്ടാകും. ശരി, ഞാൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായതുകൊണ്ടാണ് വളരെ വേഗത്തിൽ ഞാൻ പറയാം. ഈ അടുത്തൊരു വനിതാ ദിനത്തിലേക്ക് എത്തുമ്പോൾ എന്ത് മാറ്റം പ്രതീക്ഷിക്കുന്നു പറഞ്ഞാൽ ഓരോരുത്തരും വളരെ പെട്ടെന്ന്. അതായത് പ്രത്യേകിച്ച് റിസർവേഷൻ ഒന്നുമില്ലാതെ ഒരു ഈക്വലായിട്ട് അത് സ്ത്രീകൾ തന്നെ ഡീൽ ചെയ്യുന്ന, നമുക്കൊരു പ്രത്യേകമായിട്ട് ഒരു പ്ലാറ്റ്ഫോം തുറന്നു വന്നു എന്നല്ല തോന്നേണ്ടത്. നമ്മൾ പാർട്ട് ഓഫ് ഇറ്റ്, ഒരു ഫുള്ളി പാർട്ട് ഓഫ് ഇറ്റ് എന്ന് തോന്നുന്ന രീതിയിലേക്ക് അത് ഇപ്പം ഭവ്യ തൊട്ട് അങ്ങനെയുള്ള ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് പോലും ആ തോന്നുന്ന രീതിയിൽ ആയിരിക്കണം എന്നാണ് എല്ലാ വനിതകളും എന്നാണ് പറയുന്നത്. ഞാൻ പറയണമെന്ന് വിചാരിച്ചിരി അവസരം കിട്ടുമെന്നൊരു പേടിയുണ്ടായിരുന്നു. എല്ലാ വനിതാ ദിനത്തിനും ഞങ്ങളിങ്ങനെ പറയാറുണ്ട്, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകണം. ഞങ്ങൾക്ക് ആഗ്രഹമാണ്. ഞങ്ങളുടെ ലീവാണ് ചോദിക്കുന്നത്. അല്ല ഞാൻ പറയാം, അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഇത് വളരെ സീരിയസ് ആയിട്ട് പറയാം. ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ്. ഞങ്ങൾ അത് പ്ലാൻ ചെയ്ത സമയത്ത് കൊറോണ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ എല്ലാവരും കൂടി ഇതുവരെ ഒരു ട്രിപ്പ് പോയിട്ടില്ല. അങ്ങനെ ഒരു ദുരവസ്ഥയുണ്ട്. അത് മാനേജ്മെന്റിന്റെ കുറ്റം പറയുന്നതോ അല്ല, അങ്ങനെയല്ല. അതെ, നമുക്ക് എല്ലാവർക്കും കൂടി ലീവ് എടുത്ത് പോകാൻ പറ്റില്ല, ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ അടുത്ത വനിതാ ദിനത്തിലെങ്കിലും ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് പോവുകയും, ഞാൻ ഇത് എല്ലാ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി ചോദിക്കുക കേട്ടോ, എത്ര പേർക്ക്. പക്ഷെ ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് എല്ലാരും കൂടി പോകാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നിട്ട് അന്ന് വനിതകൾ ആരും വായിക്കണ്ട, നിങ്ങൾ ഒരു പണി എടുക്കണ്ട, നിങ്ങൾ വന്നിട്ട് അങ്ങനെ ഒരു സ്വപ്നം കാണുന്നുണ്ട് അടുത്ത വനിതാ ദിനത്തിൽ. എനിക്കൊരു ആഗ്രഹമുണ്ട്, അടുത്ത വനിതാ ദിനത്തിലെങ്കിലും നമ്മുടെ ഈ ഒരു ഡിസ്കഷൻസിൽ കുറച്ച് ആണുങ്ങളും കൂടി വേണമെന്നുള്ളത്, അവർക്ക് കൂടി പറയാനുള്ളത് കേൾക്കണം. അതായത് വനിതാ ദിനം എന്ന് വെച്ചാൽ വനിതകൾക്ക് മാത്രം അവരുടെ പ്രശ്നങ്ങൾ പറയാനുള്ളതല്ല, അതിൽ ആ ഡിസ്കഷനിൽ പുരുഷന്മാരും കൂടി അതിൽ ഭാഗമാവണം. അങ്ങനെയാണെങ്കിൽ ഈ കസേരകൾ ഇങ്ങനെ വായിലൂടെ പറക്കുന്നത് കാണുമോ എന്നുള്ള പേടിയുള്ളതുകൊണ്ട് അതും ഒരു തെറ്റായ ധാരണയാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല ഇപ്പോ അങ്ങനെ പുരുഷന്മാർ കൂടി വരുവാണെങ്കിൽ അത് അടിയായി നിൽക്കുമെന്ന് തോന്നുന്നില്ല. മീൻസ് അടിയായിരിക്കും അതിൻ്റെ ഒരു ഇതെന്ന് തോന്നുന്നില്ല. പക്ഷെ ഈ ഡിസ്കഷൻസ് അത് ഏത് ജെൻഡറിനെ കുറിച്ചായിക്കോട്ടെ എന്തിനെ കുറിച്ചായിക്കോട്ടെ ആ ഡിസ്കഷൻസിൽ അത് ഒരു ജെൻഡറിനെ മാത്രമാക്കി മാറ്റുന്നത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം. അതിൽ വനിതാ ദിനത്തിൽ സ്ത്രീകൾ മാത്രമല്ല, അതെ
അതല്ല ഇപ്പൊ ഇതൊരു ഇക്വാലിറ്റിയുടെ ഒരു സ്റ്റേജ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മാറ്റി നിർത്തി നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നതല്ല വേണ്ടത്. അവര് കൂടി സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാരുടെ അഭിപ്രായം കേൾക്കണം. ഓക്കെ, എന്താണെങ്കിലും ഈ പറയുന്ന കളിചിരികൾക്കിടയിൽ ഇവർ പറഞ്ഞ വളരെ പ്രസക്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അശ്വതി സൂചിപ്പിച്ച പോലെ അടുത്ത കൊല്ലത്തെ ലീവ് അത് സാങ്ഷൻ ആക്കി ഇട്ടുപോ എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ ഈക്വാലിറ്റി ഒരുപാട് അകലെയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതാണ്. ഇൻഡിപെൻഡന്റ് ആവുക, നമ്മളെല്ലാവരും ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ന്യൂസ് റൂമിൽ കുറെ പേരെങ്കിലും ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, ധന്യയുടെയും രേണുകയുടെയും പഞ്ച് ഡയലോഗോടുകൂടി ഈ ന്യൂസ് 18 വിമൻ 18 ഇപ്പോഴും പൂർത്തിയാക്കുകയാണ്. സമയത്തിന്റെ കുറവുകൊണ്ടാണെന്നാലും ഒരുപാട് സന്തോഷം ഈ വനിതാ ദിനത്തിൽ നിങ്ങളൊപ്പം നടുവിൽ ഇങ്ങനെ എനിക്കിങ്ങനെ നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിൽ തടി കേടാകാതെ പൂർത്തിയാക്കാൻ കഴിയുന്നതിൽ അതിലേറെ സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. വിമൻ 18 പൂർത്തിയാവുന്നു. എല്ലാ